അപ്പം നമ്മൾ മേക്കപ്പിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെ ആരെയും ഒരിക്കലും കുറവ് ചൊല്ലി ഒരു കാര്യവും ഞാൻ സംസാരിക്കില്ല. ഓൾ ആർ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നിങ്ങളെല്ലാവരും നല്ല മേക്കപ്പ്. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് തരാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. മാത്രവുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാവും അല്ലേ? സ്കിന്നിൻ്റെ അനലൈസേഷനിൽ സ്കിന്നിൻ്റെ ടോൺ എങ്ങനെ മനസ്സിലാക്കാം, ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാം, എല്ലാ മേക്കപ്പും ചെയ്യാം. പക്ഷേ ആ ഒരു ആളുടെ മുഖത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള മേക്കപ്പ് ആകരുത്. ആളിനെ കണ്ടാൽ ഭംഗി തോന്നണം, എന്നാൽ ആളിൻ്റെ രൂപം മാറാൻ പാടില്ല. അതാണ് യഥാർത്ഥ മേക്കപ്പ് എന്ന് പറയുന്നത്. ചമയം എന്ന് പറയുമ്പോൾ അതല്ല. അതെന്താണ്? ചമയത്തിൽ 3-4 ഘട്ടങ്ങളുണ്ട്. സ്വന്തം രൂപം അതേപടി എടുക്കുന്നതും സ്വന്തം രൂപത്തെ മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറ്റുന്നതും ഉണ്ട് ചമയം, അല്ലേ? ഉണ്ടല്ലോ. അപ്പം അത് പല രീതിയിൽ പല തരത്തിലാണ് നമ്മൾ മേക്കപ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒക്കേഷൻസിനനുസരിച്ച്, അവസരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മേക്കപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ആണോ അല്ലേ? ആണ്. അപ്പം അതെങ്ങനെയാണ്? അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മേക്കപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒന്നാമത്തേത്, വരുന്ന കസ്റ്റമറുടെ സ്കിന്നിൻ്റെ ടോൺ നോക്കുക. സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. കസ്റ്റമറുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് ആദ്യം അനലൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം അവർക്ക് ഏത് തരത്തിലുള്ള ഒരു മേക്കപ്പാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. കസ്റ്റമർ പറയുന്ന മേക്കപ്പ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമുക്ക് പാളിച്ച വരും. കാരണം എന്താണ്? അവർക്ക് അവരുടെ സ്കിന്നിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല, അല്ലേ? അവർക്കത് ചെയ്തു കൊടുക്കാം. അങ്ങനെയുള്ള സ്കിന്നാണെങ്കിൽ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിനെ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്കിന്നാണെങ്കിൽ അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് എത്തിക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർ പറയുന്ന ആ മേക്കപ്പ് അതിൽ സ്യൂട്ടാക്കി എടുക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാതെ കണ്ട് നമ്മൾ ചെല്ലുന്നു, കസ്റ്റമർ പറയുന്നു എനിക്കൊരു ഗ്ലോസി മേക്കപ്പ് വേണം, എനിക്കൊരു HD മേക്കപ്പ് വേണം, എനിക്കൊരു ഗ്ലാസ് മേക്കപ്പ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിപ്പെൻഡിങ് ദ സ്കിൻ. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്താണ് പോകുന്നത്? സ്കിന്നിനെ ബേസ് ചെയ്താണ് പോകുന്നത്. സ്കിന്നിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചറിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ എന്ത് പഠിക്കണം നമ്മൾ? തീർച്ചയായിട്ടും സ്കിൻ ടെക്സ്ചർ എന്താണെന്ന് പഠിക്കണം, സ്കിൻ അനലൈസേഷൻ എന്താണെന്ന് പഠിക്കണം. അത് അനലൈസ് ചെയ്തുകൊണ്ട് സ്കിന്നിനെ എങ്ങനെ ടോൺ മേക്കപ്പ് ചെയ്തെടുക്കാം. ഏറ്റവും നല്ല മേക്കപ്പ് എന്ന് പറയുന്നത് സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണ്, അല്ലേ? ആ വ്യക്തിയുടെ സ്കിന്നിൻ്റെ ടോണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മേക്കപ്പ്. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ആൾ മാറുന്നില്ല, ആൾ അത് തന്നെയാണ്. പക്ഷെ ആളിനെ കണ്ടാലോ ഭംഗി കൂടും. അത് ഗ്ലാസ് മേക്കപ്പിലേക്ക് വരുമ്പോൾ ടോൺ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് മേക്കപ്പ് കൊടുക്കാം. കറുത്ത സ്കിന്നിൽ നമുക്ക് ഗ്ലാസ് മേക്കപ്പ് കൊടുക്കാം. കൊടുത്തൂടെ? കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാം? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അതിനു മുമ്പേ ഇനി നമ്മളീ പഠിപ്പിക്കാൻ പോകുന്ന ഗ്ലാസ് മേക്കപ്പിന് ഏതൊക്കെ തരത്തിലുള്ള സ്കിന്നുകൾക്കാണ് ഈ മേക്കപ്പ് സ്യൂട്ടാകുന്നത് അത് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ് മേക്കപ്പ് എന്ന് പറയുന്നത് എല്ലാ സ്കിന്നുകൾക്കും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് അല്ല. ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങളിപ്പോഴേ മാറ്റി വയ്ക്കുക. ഈ മേക്കപ്പുകൾ ചെയ്യാൻ പറ്റുന്നത് ഫെയറി സ്കിന്നുകൾക്ക് മാത്രമാണ്. ഈ ഫെയറി സ്കിന്നിനെ നമ്മൾ 4 വിധത്തിൽ തരം തിരിച്ചിരിക്കുന്നു. ഫെയറി സ്കിന്നുകളെ 4 തരത്തിൽ തരം തിരിച്ചിട്ടുണ്ട്. അത് ഈ 4 തരത്തിലുള്ള ഏത് സ്കിന്നുകൾ വന്നാലും
നമുക്കത് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഫെയറി സ്കിൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് കളേർഡ് സ്കിന്നുകളല്ല. മനസ്സിലാവണില്ലേ? ഫെയറി സ്കിൻ എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. ഒന്ന് നോർമൽ ഫെയറി, സാധാരണ ഫെയറി സ്കിന്നുകൾ. രണ്ടാമത്തേത് ലൈറ്റ് ഫെയറി സ്കിന്നുകൾ, ചെറിയ ലൈറ്റായിട്ടുള്ള ഫെയറി സ്കിന്നുകൾ. മൂന്നാമത്തേത് ഡാർക്ക് ഫെയറി സ്കിന്നുകൾ, അതായത് നല്ല കറുത്ത നല്ല ബ്ലാക്ക് ടോൺ ഉള്ള ഫെയറി സ്കിന്നുകളുണ്ട്. മനസ്സിലാവണുണ്ടോ? ഡാർക്ക് ഫെയറി അതായത് നല്ല കറുത്തിട്ട് നല്ല ഭംഗിയുള്ള ഗ്ലോസി സ്കിന്നുകളുണ്ട്. അതിനെയും പറയുന്നത് ഫെയറി എന്നാണ്. അല്ലാതെ വെളുത്ത് തുടുത്തിരിക്കുന്നതിനെയല്ല ഫെയറി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്കിന്നിൻ്റെ ലുക്ക് അനലൈസേഷൻ അവിടെയാണ് വരുന്നത്. പിന്നുള്ളത് ബ്രൈറ്റ് ഫെയറിയാണ്. ബ്രൈറ്റ് ഫെയറിയാണ് ഞാനിപ്പോൾ പറഞ്ഞ നല്ല തുടുത്തിരിക്കുന്ന ചുവന്ന് തുടുത്ത സ്കിന്നുകൾ. അതാണ് ബ്രൈറ്റ് ഫെയറി എന്ന് പറയുന്നത്. ലൈറ്റ് ഫെയറി, ഡാർക്ക് ഫെയറി, ബ്രൈറ്റ് ഫെയറി, നോർമൽ ഫെയറി. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് ഈ സ്കിന്നിനെ നമുക്കൊന്ന് തരം തിരിക്കാം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സ്കിൻ ടോൺ മേക്കപ്പ് നമ്മൾ ഗ്ലാസ് മേക്കപ്പിലേക്ക് കൊടുക്കുന്നത്. അവിടെ ആ ടോണിനെ മാറ്റാതെ തന്നെ ആ ഫെയറി ലുക്കിനെ നിലനിർത്തിക്കൊണ്ട് ഗ്ലാസ് കൊടുത്ത് ഗ്ലോസി ലുക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു പുട്ടി മേക്കപ്പ് അല്ല. ഇതെന്തല്ല? പുട്ടി മേക്കപ്പ് അല്ല. ദാറ്റ് മീൻസ് നോ ഡ്യൂസ് പൗഡർ. ഇതിനകത്ത് പൗഡർ ഉപയോഗിക്കുന്നില്ല. ആകെ നമ്മളൊരു ചെറിയ തോതിൽ പൗഡർ ഉപയോഗിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി മാത്രം നമ്മളൊരല്പം പൗഡർ അവിടെ യൂസ് ചെയ്യും. മനസ്സിലാവുന്നില്ലേ? ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 5 തരം ഫൗണ്ടേഷനുകളാണ്. ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറവാണ്. നമ്മൾ വളരെ 1-1.5 ഡ്രോപ്പോ ഫൗണ്ടേഷനുകളാണ് ഉപയോഗിക്കുന്നത് ഒരെണ്ണത്തിൽ. ഈ 5 എണ്ണത്തിലും കൂടെ ചിലപ്പോൾ 5 ഡ്രോപ്പായിരിക്കും, ചിലപ്പോൾ 8 ഡ്രോപ്പായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദിസ് ഈസ് വെരി തിൻ മേക്കപ്പ് എന്ന് പറയുന്നത്. തിൻ മേക്കപ്പാണ്. മാത്രവുമല്ല ഇതിനകത്ത് എന്തുപയോഗിക്കുന്നില്ല? കൺസീലറിൻ്റെ ആവശ്യമുണ്ടോ? കവറേജ് ഉണ്ടോ അവിടെ? എന്തുകൊണ്ടില്ല? ദാറ്റ്സ് ഓൾറെഡി ഫെയറി സ്കിൻ. നമ്മൾ ഈ ഗ്ലാസ് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സ്കിൻ എന്ന് പറയുന്നത് വളരെ ഫെയറി ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല അധികം? കൺസീലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു കൺസീലറിൻ്റെ ആവശ്യമില്ല. അതിനായി നമ്മളൊരു 5 ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു ഫൗണ്ടേഷനിൽ വിത്ത് കൺസീലിംഗ് ഉണ്ടാവും. അത് മാത്രം മതി ജസ്റ്റ് കവർ ചെയ്യാൻ. ഓക്കെ? ഇൻ കേസ് എന്തെങ്കിലും ഒരു പൊട്ടുപൊടി ഉണ്ടെങ്കിൽ ആ ഒരു കൺസീലിങ്ങിൽ അത് കവറപ്പ് ആയിക്കൊള്ളും. എല്ലാ സ്കിന്നുകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ഏതാ? HD ഹൈ ഡെഫിനിഷൻ. അതിനകത്ത് എത്ര വേണമെങ്കിലും പുട്ടി അടിച്ച് കയറ്റാം അല്ലേ? നമുക്ക് ആദ്യം കവർ സ്റ്റിക്ക്, കൺസീലിംഗ്, പിന്നെ ഫൗണ്ടേഷൻ, വീണ്ടും ഫൗണ്ടേഷൻ, വീണ്ടും ഫൗണ്ടേഷൻ. എത്രത്തോളം നമുക്ക് ഷെയ്ഡ് ലൈറ്റാക്കി കൊണ്ടുവരാമോ അതിനെയാണ് HD എന്ന് കൺസിഡർ ചെയ്യുന്നത് തന്നെ. കവർ ചെയ്ത് ഹൈ ഡെഫിനിഷനാക്കുക. മനസ്സിലാവുന്നില്ലേ? പക്ഷേ ഗ്ലാസ്സിൽ അത് പറ്റൂല. ഇത്രയും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗ്ലാസ് മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. പിടികിട്ടുന്നുണ്ടോ? ഒരു ചെറിയ അവബോധം ഉണ്ടായോ ഗ്ലാസ് മേക്കപ്പിനെ കുറിച്ച്? ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിറ്റി കളക്ഷൻ്റെ തന്നെ പ്രോഡക്റ്റായ ലാവറിംഗ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൽ നിന്നാണ് നമ്മൾ ഈ മേക്കപ്പ് കാണിക്കാൻ പോണത്. എന്താണ്? നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബ്രൈഡ് ആദ്യം വരുന്നു.
ഒരു ബ്രൈഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആദ്യത്തെ പടി നമ്മളവരെ സ്നേഹത്തോടു കൂടി നമ്മുടെ പാർലറിൽ ആനയിച്ചു, അവരുമായിട്ടൊരു എന്തൊക്കെ നടത്തി, കുശലാന്വേഷണമൊക്കെ നടത്തി, അവരെ സന്തോഷത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നു അല്ലേ? അതിനുശേഷം നമ്മൾ കൺസൾട്ടേഷനിൽ കൊണ്ടുവരുന്നു. കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ എഴുതിക്കോളൂ. നമ്പർ 1 പ്ലീസിങ് ഗ്രീറ്റിംഗ്. ബ്രൈഡിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്ലീസിങ് ഗ്രീറ്റിംഗ്. അതായത് അവരെ പ്ലീസ് ചെയ്ത് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, അകത്തേക്ക് ക്ഷണിക്കുന്നു. രണ്ടാമത്തേത് കൺസൾട്ടേഷൻ. രണ്ടാമത്തെ പാർട്ട് കൺസൾട്ടേഷൻ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കോൺട്രാ ഇൻഡിക്കേഷൻ. മീൻസ് നമ്മളെടുത്ത് വരുന്ന കസ്റ്റമർ ഫുൾ ഫേസ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് വരുന്നത്, അല്ലെങ്കിൽ മെലാസ്മയോട് കൂടി വരുന്ന ഒരു കസ്റ്റമറാണ്, അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള ഒരു കസ്റ്റമറാണ്. അവർ നമ്മളെടുത്ത് വന്നിരുന്നു, നമ്മൾ ഒരു ബ്രൈഡിനെ കുറിച്ച് അവർ സംസാരിച്ചു. അവർ പറയുന്നു, എനിക്ക് ഇന്ന ദിവസം കല്യാണമാണ്, തൊട്ടടുത്ത ദിവസമാണ് കല്യാണം വന്നിരിക്കുന്നത്, മാഡം എനിക്കൊരു ഗ്ലാസ് മേക്കപ്പ് തന്നാൽ കൊള്ളാമായിരുന്നു. നമ്മൾ കൺസൾട്ടേഷൻ്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് പറഞ്ഞ് മനസ്സിലായി, നമ്മൾ മനസ്സിലാക്കിയെടുത്തു. എടുത്തതിന് ശേഷം അവരുടെ അക്കോർഡൻസ് പ്രകാരം അവർക്ക് ഗ്ലാസ് മേക്കപ്പ് വേണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കൊടുക്കേണ്ട പാർട്ട് ഏതാണ്? കോൺട്രാൻഡിക്കേഷൻ. അപ്പം അവർ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നോക്കി ഏത് മേക്കപ്പാണ് എനിക്ക് സ്യൂട്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് അവിടെ കോൺട്രാൻഡിക്കേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ അവർ ഡിമാൻഡ് ചെയ്യുകയാണ്, അവരുടെ സ്കിന്നിന് സ്യൂട്ടല്ലാത്ത ഒരു മേക്കപ്പാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന്, അത് ചെയ്യാൻ പറ്റുകയില്ലെന്നും അതിൻ്റെ റീസൺ എന്താണെന്നും കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു പാർട്ടാണ് നമുക്ക് കോൺട്രാൻഡിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. കോൺട്രാൻഡിക്കേഷൻ്റെ ഭാഗമായി നമ്മൾ കസ്റ്റമർക്ക് മേക്കപ്പും പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം കൺസൾട്ടേഷൻ്റെ ഭാഗമായും കോൺട്രാൻഡിക്കേഷൻ്റെ ഭാഗമായും ഏത് മേക്കപ്പാണോ കസ്റ്റമർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ മേക്കപ്പിന് ആസ്പദമായ പ്രോഡക്റ്റുകൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ഡ്യൂട്ടി. സെറ്റപ്പ് ഓഫ് ദാറ്റ് വർക്ക്, മേക്കപ്പിൻ്റെ ഭാഗമായിട്ട് സെറ്റപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊഫഷണൽ തിയറിയാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ശീലിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്ത് ചെയ്തും വെച്ച് നോക്കും, അയ്യോ കാണുന്നില്ലല്ലോ ഫൗണ്ടേഷൻ ഒരെണ്ണം, പിന്നെ പോകും ബാഗിൽ നുള്ളിപ്പിറക്കാൻ. അത്രയും ടൈം നമുക്ക് വേസ്റ്റാണ്. ബ്രൈഡിനെന്ന് പറഞ്ഞാൽ നമുക്കൊരു നിശ്ചിത സമയം ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് വർക്ക് തീർക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം പങ്ക്ച്വലായി ചെയ്ത് വയ്ക്കുക. അല്ലാതെ 1 by 1 ആയിട്ട് ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ച് മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബ്രൈഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുക്കി പകുതി ആവുമ്പോഴേ വരും അമ്മാവന്മാരും അമ്മാവിമാരും, അയ്യോ ഇത് പെണ്ണിനെ ഒരുക്കി തന്നില്ല, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയേ അല്ലേ, നിങ്ങളെന്താ കൊച്ചിനെ ഇറക്കാത്തേ, നിങ്ങളെന്താ കൊച്ചിനെ, നമ്മളെന്താണ് പിടിച്ചു വെച്ചേക്കുന്ന കണക്കാ. പെണ്ണിനെ ഭംഗിയായിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം, നമുക്ക് ടൈമും തരൂല. അപ്പോൾ നമ്മളത് സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാൾ 10 മിനിറ്റ് മുന്നേ നമുക്ക് കുട്ടിയെ ഇറക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിസ്റ്റം കൊണ്ടുവന്ന് ഇവിടെ വച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം സെറ്റപ്പ് ഓഫ് ദാറ്റ് വർക്ക് വന്നു. സെറ്റപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് കസ്റ്റമറെ പിന്നെ ഇതിലേക്ക് കൊണ്ടുവരും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പിന് ആസ്പദമായ രീതിയിൽ ആ കസ്റ്റമറുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്തെടുക്കണം. പ്രെപ്പിംഗ്, മേക്കപ്പിൻ്റെ മെയിൻ കണ്ടൻ്റാണ് എന്ത്? പ്രെപ്പിംഗ്. പ്രെപ്പിംഗ് പക്കയാണെങ്കിൽ മേക്കപ്പ് 100% പക്കയായിരിക്കും. എത്ര സ്വെറ്റിംഗ് ടെൻഡൻസി ഉള്ള സ്കിന്നായാൽ പോലും നിങ്ങളുടെ പ്രെപ്പിങ്ങിലാണ് മേക്കപ്പ് ഇരിക്കുന്നത്. വിയർക്കാതെ ഓവർ സ്വെറ്റിംഗ് ഇല്ലാതെ ആ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്തെടുക്കണം. ആ പ്രെപ്പിങ് എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ബ്രൈഡൽ കസ്റ്റമർക്ക് പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായി എന്തൊക്കെ നമ്മൾ ചെയ്യണം, മനസ്സിലായില്ലേ? അതിന് സൈഡ് ഹെഡിങ് ആയിട്ട് പ്രെപ്പിംഗ് എന്ന് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക.
പ്രെപ്പിങ്ങിൻ്റെ ആദ്യ പടി എന്താണ്? സി ഫോർ ക്ലെൻസിങ്. സി ഫോർ ക്ലെൻസിങ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മറ്റുള്ള വർക്കുകൾക്ക് ചെയ്യുന്നത് പോലെ ഒറ്റ ക്ലെൻസിങ്ങിൽ നമ്മൾ ബ്രൈഡൽ തുടങ്ങാൻ പാടില്ല. ഒരു ബ്രൈഡിന് ക്ലെൻസിങ് ചെയ്യുമ്പോൾ എത്ര ടൈപ്പ് ക്ലെൻസിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? 3 ടൈപ്പ്. 3 ടൈപ്പാണ് ക്ലെൻസിങ് ബ്രൈഡിന് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ രാവിലെ ബ്രൈഡിനെ ഒരുക്കാൻ ചെല്ലുന്നതിന് മുമ്പേ ഹിന്ദു കുട്ടികളാണെങ്കിൽ എന്തു ചെയ്യും? രാവിലെ കുളിച്ച് ചെറിയ കുറിയൊക്കെ ഇട്ട് ചെറിയ പുട്ടിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി സുന്ദരി കുട്ടിയായി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വന്നിരിക്കും അല്ലേ? മറ്റുള്ളവരാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും അവരും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമെന്ന് കരുതിയിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുന്നവരായിരിക്കും. അവർക്ക് പിന്നെ വെളുപ്പാൻ രാവിലത്തെ മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ മേക്കപ്പ് ഉണ്ടാവും. കാരണം എന്താ? ഗസ്റ്റുകൾ വരും. അപ്പോൾ ഓൾറെഡി അവരുടെ ഫേസിൽ എന്തുണ്ട്? ചെറിയ തോതിൽ മേക്കപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ബ്രൈഡിനെ ഒരുക്കുന്നതിന് തൊട്ടു മുന്നേ പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായി ചെയ്യുന്ന ആദ്യത്തെ ക്ലെൻസിങ് എന്തായിരിക്കണം? 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 ഉറക്കപ്പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തു വെച്ചു. അതിനുശേഷം ഞാനൊരു ഡിസ്പോസിബിൾ ക്ലോത്ത് ടിഷ്യൂ കൊണ്ടൊന്ന് വെറ്റ് ചെയ്തു. വെറ്റാക്കി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഞാൻ അതെടുത്തിട്ട് മേക്കപ്പ് ചെയ്ത ഫേസിലേക്ക് ഞാൻ ആ വാട്ടർ ക്ലെൻസ് ചെയ്യുന്നു വെച്ച് തുടയ്ക്കുകയാണ്. കാജലുണ്ട്, ഐലൈനറുണ്ട്, പുള്ളിക്കാരത്തി ചിലപ്പോൾ ഒരിത്തിരി മസ്കാര ഇട്ടിട്ടുണ്ടാവും, ഐ ഷാഡോ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ഇത് വെച്ച് അങ്ങോട്ട് തുടയ്ക്കുമ്പോൾ പിന്നെ പുലികളിക്ക് പോകാൻ വേറെ മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ അവർക്ക്? നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്യണം പിന്നെ ആ ക്ലീൻ ആവണമെങ്കിൽ? അത് നമുക്കതിനുള്ള സമയമുണ്ടോ? ഇല്ല. അപ്പം വാട്ടർ ക്ലെൻസിങ് ശരിയാണോ തെറ്റാണോ? ആദ്യത്തേത് മേക്കപ്പ് റിമൂവിങ് വിത്ത് നോർമൽ ക്ലെൻസർ. നമ്മൾ നോർമൽ ക്ലെൻസർ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമറുടെ ഫേസിലെ മേക്കപ്പിനെ മൊത്തം റിമൂവ് ചെയ്യുക. അതാണ് നമ്മളുടെ ആദ്യത്തെ ക്ലെൻസിങ്. ക്ലെൻസിങ് 3 തരത്തിലാണ്. നമ്പർ 1 മേക്കപ്പ് റിമൂവിങ് വിത്ത് നോർമൽ ക്ലെൻസർ, ദാറ്റ് ഈസ് മേക്കപ്പ് ക്ലെൻസിങ്. ഓക്കെ. രണ്ടാമത്തേത് വാട്ടർ ക്ലെൻസിങ്. നമ്മൾ ഈ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിനകത്ത് പൊടിപടലങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? അഴുക്കുകളുണ്ട്, ഓയിൽ സെക്രീഷനുണ്ട് അല്ലേ? അമിത ജലാംശമുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തേതാണ് വാട്ടർ ക്ലെൻസിങ്. എന്ന് വെച്ചാൽ പിന്നെ കിടക്കുന്ന എക്സസ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെയും അമിതമായി കിടക്കുന്ന ജലാംശത്തെയും ഓയിൽ സെക്രീഷനെയും തുടച്ചു മാറ്റുക. അതിനായി നമ്മൾ വാട്ടർ ക്ലെൻസ് ചെയ്യുന്നു. വെള്ളം കോരി ഒഴിച്ചല്ല ചെയ്യുന്നത്, കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്, അതും കാണിക്കാം. ഓക്കെ. മൂന്നാമത്തെ ക്ലെൻസിങ് എന്താണ്? മൂന്നാമത്തേതാണ് ഡീപ്പ് ക്ലെൻസിങ്. സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യുന്നു, പ്യുവറാക്കി എടുക്കുകയാണ് മൂന്നാമത്തെ ക്ലെൻസിങ്ങിൽ. പിന്നീട് സ്കിന്നിനകത്ത് യാതൊരുവിധ മാലിന്യങ്ങളും ഇരിക്കാൻ പാടില്ല, അത്ര പ്യുവറായിരിക്കണം. അമിത ജലാംശം ഉണ്ടാകാൻ പാടില്ല, ഓയിൽ സെക്രീഷൻ ഉണ്ടാകാൻ പാടില്ല, അത്രയും ഡീപ്പ് ക്ലെൻസിങ് ആയിരിക്കണം. അപ്പം 3 തരത്തിൽ നമ്മൾ ക്ലെൻസ് ചെയ്ത് സ്കിന്നിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സ്കിന്നിനെ മേക്കപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം മനസ്സിലായോ 3 ക്ലെൻസിങ് ഏതൊക്കെയാണെന്ന്? പിടികിട്ടിയോ? അടുത്തത് പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോണിങ്. പ്രെപ്പിങ് ചെയ്യുമ്പോൾ ആ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് പറയാമോ? ഡീപ്പ് ക്ലെൻസ് ആയി, പോർസ് കംപ്ലീറ്റ് ഓപ്പൺ ആയി, കൂടാതെ
ജലാംശം മൊത്തം നഷ്ടപ്പെട്ടു. പിന്നെ മെയിൻ പോയിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് കംപ്ലീറ്റ് സ്കിന്നിലെ ഓയിൽ ബാലൻസ് നഷ്ടപ്പെട്ടു. ഡ്രൈ ആയി എന്നാണോ ഞാൻ ചോദിച്ചേ? അവിടെ ഓയിൽ ബാലൻസ് പോയില്ലേ? പോയോ? മോയ്സ്ചർ ബാലൻസ് നഷ്ടപ്പെട്ടു അല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രെപ്പിങ്ങിൻ്റെ തേർഡ് പാർട്ട് ചെയ്യുന്നേ. ജലാംശം നഷ്ടപ്പെടുന്നതിന് മോയ്സ്ചർ ബാലൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അധികം? മോയ്സ്ചറൈസേഷൻ മീൻസ് അവിടെ എന്താ ചെയ്യുന്നേ? ഓയിൽ ബാലൻസ് ചെയ്യുകയാണ്. ജലാംശം ഓൾറെഡി വന്നോളൂ. അപ്പം നമ്മൾ പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡ്രൈ ആകുന്നു, ഓക്കെയാണ്, അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചത്. പോർട്സ് ഓപ്പണായി, സ്കിന്നിനകത്തുള്ള ജലാംശം നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഓയിൽ ബാലൻസും എല്ലാം നഷ്ടപ്പെടുന്നു. അവിടെ സംഭവിച്ച പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അതിനാണ് രണ്ടാമത്തെ പാർട്ടായ ടോൺ കൊടുത്തുകൊണ്ട്, ഏതെങ്കിലും നല്ല സ്കിൻ ടോണർ കൊടുത്തുകൊണ്ട് പോർട്സിനെ മിനിമൈസ് ചെയ്യുന്നു. പോർട്സിനെ മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസിങ് ആയല്ലോ. പിന്നീട് നമ്മുടെ പാർട്ട് എന്താണ്? മോയ്സ്ചറൈസിങ്. നമ്മൾ ഓയിൽ ബാലൻസ് ചെയ്യുന്നു. അതിനായി നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. അതായത് CTM. ഓക്കെ ആയല്ലോ. പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായ CTM ആണ് ആ സ്റ്റെപ്പ്. നമുക്ക് അവിടെ വേറൊരു പാർട്ട് CTMP ഉണ്ട്. ഇവിടെ ബ്രൈഡലിന് അതിൻ്റെ ആവശ്യം നമുക്ക് ഡയറക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റിൽ SPF ആഡഡ് ആയിരിക്കും. അപ്പം പ്രൊട്ടക്ഷൻ്റെ ആവശ്യം അവിടെ അധികം വരുന്നില്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റുകൾ കൂടുതൽ സ്കിന്നിലേക്ക് ഡെപ്പോസിറ്റായി വരികയാണ് അല്ലേ? കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഡയറക്റ്റ് സണ്ണ് പെട്ടെന്ന് അങ്ങനെ കയറില്ല. നമ്മളെടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ മുകളിലേക്കല്ലേ ആദ്യം അടിക്കുന്നത്, സ്കിന്നിലേക്ക് ആദ്യം ഡയറക്റ്റ് അടിക്കുന്നില്ലല്ലോ. മേക്കപ്പ് ഓവറായിട്ട് പോകുന്നതല്ലേ. അപ്പം നമുക്കത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ ഏതിലെങ്കിലും എന്തുണ്ടാവും? SPF ആഡഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ CTMPയിലെത്തി. ദാറ്റ് ഈസ് പ്രെപ്പിങ്. പ്രെപ്പിങ് കഴിഞ്ഞാൽ മേക്കപ്പ് ഇംപ്ലിമെൻറ്റേഷനാണ്. മേക്കപ്പ് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം കൊടുക്കുന്നത് പ്രൈമർ അല്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ? ബേസ് വിത്ത് ആദ്യം നമ്മൾ പ്രൈമർ കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് ബേസ് അപ്ലൈ ചെയ്യുന്നു. ബേസ്മെൻറ്റ് വേണമല്ലോ. ഒരു കെട്ടിടം പണിയുമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസ്മെൻ്റ് ഇല്ലാതെ പണിഞ്ഞാൽ എന്ത് ചെയ്യും? താഴെ വീണു പോകും. അപ്പം നമ്മൾ ആദ്യം പ്രൈമറിലേക്ക് പോകുന്നു. ഇവിടെ വരെ നിൽക്കട്ടെ, നിർത്തുക. സെൻറ്റർ ഹെഡിങ്ങിലേക്ക് കൊടുക്കുക. മേക്കപ്പ് ഇംപ്ലിമെൻറ്റേഷൻ, ഗ്ലാസ് മേക്കപ്പ്, പ്രോഡക്റ്റ് ലാവ്രിൻ. ലാവ്രിൻ കമ്പനിയുടെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സാധനങ്ങൾ മുഴുവൻ. അതിൽ ഡീപ്പ് ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുന്നത് ലാവ്രിൻ കമ്പനിയുടെ തന്നെ ഇൻകളർ എന്ന ബ്രാൻഡായ അതിൻ്റെ തന്നെ ഡെഡ് സെൽ റിമൂവർ ജെല്ലാണ് ഡീപ്പ് ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പോണത്. മേക്കപ്പ് ക്ലെൻസിങ്ങിന് നമുക്ക് ഇൻകളറിൻ്റെ തന്നെ നോർമൽ ക്ലെൻസർ. ക്ലെൻസിങ് എത്ര ടൈപ്പാ? 3 അല്ലേ? ഒന്നാമത്തെ ക്ലെൻസിങ് നോർമൽ ക്ലെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള മേക്കപ്പ് റിമൂവിങ്, അതിനുപയോഗിക്കുന്നത് ഇൻകളറിൻ്റെ നോർമൽ ക്ലെൻസർ. മൂന്നാമത്തേത് ഡീപ്പ് ക്ലെൻസിങ്, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻകളറിൻ്റെ ഡെഡ് സെൽ റിമൂവർ ജെൽ. മേക്കപ്പ് ക്ലെൻസിങ്ങിന് അത്യാവശ്യം നിങ്ങളുടെ ബ്രൈഡൽ കിറ്റിൽ വേണ്ട മെയിൻ സാധനമാണ് റൗണ്ട് കോട്ടൺ പാഡുകൾ. പിന്നെ വേണ്ടത് സ്പാച്ചുല. അത്യാവശ്യമായി നമ്മുടെ മേക്കപ്പ് കിറ്റിൽ ആവശ്യമുള്ള സാധനങ്ങളിൽ വളരെ എസെൻഷ്യലായി വേണ്ടതാണ് റൗണ്ട് കോട്ടൺ പാഡ്, പോയിൻറ്റഡ് ബഡ്സ്, വുഡൻ സ്പാച്ചുല. ഇത്രയും സാധനങ്ങളെ. കോട്ടൺ പാഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കോട്ടൺ പാഡ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മേക്കപ്പ് ക്ലെൻസ് ചെയ്യാൻ പോണത്. 3 കോട്ടൺ പാഡ് വീതമാണ് ഒരു കസ്റ്റമറിന് വേണ്ടത്. എത്രയാ? 3 കോട്ടൺ പാഡ് വീതം. ഇനി എങ്ങനെയാണ് മേക്കപ്പ് ക്ലെൻസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലെൻസർ
ഇതിനകത്തേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. കണ്ടോ? ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കോട്ടണിൽ സ്പ്രെഡ് ചെയ്യണം. എങ്ങനെ? ദേ 1 മടക്കി, 2 മടക്കി, 3 മടക്കി, ഫുൾ സ്പ്രെഡായി. കസ്റ്റമറെ കിടത്തുന്നു. അതിനുശേഷം നമ്മൾ കണ്ണിലേക്ക് വയ്ക്കുന്നു. ലിപ്പിലും വെക്കണം, കണ്ണിൽ രണ്ടിലും. അവിടെ രണ്ടിടമല്ലേ മേക്കപ്പ് കൂടുതലുള്ള ഭാഗം. ഓരോ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ടിങ്ങനെ 3 ഭാഗം ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിലേക്കിത് ഡിപ്പ് ചെയ്യുന്നു, ചുണ്ടിലും ഡിപ്പ് ചെയ്യുന്നു. അല്ലേ? അത് കാണിക്കട്ടെ. ഗ്ലാസ് മേക്കപ്പിന് വേണ്ട മറ്റൊരു സാധനമാണ് നമ്മുടെ മിക്സിംഗ് ബോർഡ്. ഇതിനകത്താണ് നമ്മൾ പ്രോഡക്റ്റ് 5 തരം ഫൗണ്ടേഷൻ എടുത്ത് മിക്സ് ചെയ്യേണ്ടത്. എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് വേസ്റ്റ് ആകാതിരിക്കാൻ ആവശ്യത്തിന് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ് മേക്കപ്പിന് യൂസ് ചെയ്യുക. നമ്മൾ ഇത് വച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. ചെറുതായിട്ട് കണ്ണിനൊന്നും ആയാസം വരാതെ കസ്റ്റമർക്ക് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടോ? ഇതിൽ ക്ലോക്ക് വൈസ് കൊടുത്തു, ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തു, ക്ലോക്ക് വൈസ് കൊടുത്തു, ആൻറ്റി ക്ലോക്ക് വൈസ് 3 ടൈംസ് കൊടുക്കുക. അതേപോലെ ചുണ്ട് കണ്ടല്ലോ. കൊടുക്കുമ്പോൾ തന്നെ എന്താവും? മേക്കപ്പ് വെറ്റായി കഴിയും. അതിനുശേഷം നമ്മൾ ഒരു കോട്ടൺ എടുത്തിട്ട് നമ്മൾ കൈകളിലേക്ക്, കണ്ടോ, ഇതിങ്ങനെ വെച്ചു. ഇതിനെ മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഈ വിരലിനകത്ത് ചുറ്റി വെച്ചിരിക്കുക. കണ്ണടച്ചോളാൻ പറയുക. അതിനുശേഷം കണ്ണ് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടോ, നേരെ അങ്ങനെ കണ്ടോ? വച്ചതിന് ശേഷം ഇത് വെച്ച് അവർ പോലും അറിയില്ല, അത്ര സ്ലൈറ്റായിട്ട് നമ്മൾ തേക്കും. അപ്പോഴേക്കും കണ്ണിനകത്തുള്ള കംപ്ലീറ്റ് മേക്കപ്പും ഇതിനകത്ത് പോരും. എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ മറ്റൊരു ഭാഗത്തേക്കും അതിൻ്റെ ഒരു ഡസ്റ്റ് പോലും പറ്റത്തില്ല. അതേപോലെ കണ്ണ് ചെറുതായിട്ട് തുറക്കുക. കസ്റ്റമറോട് മേലേക്ക് നോക്കാൻ പറയുക. കണ്ണിനടിവശത്ത് കാരിയുണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ ഇതേപോലെ തുടച്ച് ക്ലീനാക്കി മാറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കാജലായാലും ഐലൈനർ ആയാലും ഷാഡോ ആയാലും ഒന്നും തന്നെ ആ ഭാഗത്ത് സ്കിന്നിൽ എവിടെയും ഡ്രോപ്പ് ആവാൻ പറ്റത്തില്ല. ഒരു തുള്ളി പോലും ടച്ചാവില്ല. അത്ര ക്ലിയർ ആയിരിക്കും. ചെയ്തോ? ചുണ്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ചുണ്ടിൻ്റെയും കൂടെ ചുണ്ടിൻ്റെ എടുത്തു. കണ്ടല്ലോ? ഇതിനെയും നമ്മൾ അതേപോലെ എടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് കണ്ടോ? ഇങ്ങനെ ഡിക്ലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിന്നിൻ്റെ ഒരു ഭാഗത്തും പിന്നെ ഒരംശം പോലും ലിപ്സ്റ്റിക്ക് ഉണ്ടാവില്ല. ഇവിടെ എങ്ങും പറ്റത്തില്ല. പ്യുവറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനാണ് ഈ ഒരു സിസ്റ്റം വയ്ക്കുന്നത്. ഇല്ലേ പിന്നെ നമ്മൾ അവിടെ തുടയ്ക്കുമ്പോൾ അടുത്തടുത്തോട് വരും, അവിടെ തുടയ്ക്കുമ്പോൾ അതിനടുത്തടുത്തേക്ക് വരും. അതിൻ്റെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആയില്ലേ? അടുത്ത കണ്ണിൻ്റെ ചെയ്യും ഒരാൾ. വാട്ടർ ക്ലെൻസിങ്ങിൽ ഇങ്ങനെയുള്ള ഡിസ്പോസിബിൾ ക്ലോത്ത് ടിഷ്യൂ മേടിക്കാൻ കിട്ടും മേക്കപ്പിന് വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ ഇരിക്കും. ഇതിനേക്കാൾ ഒരു ഇത്തിരിയുടെ ലെങ്തും വിട്ടും ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഫോൾഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ എല്ലാം ഏത് വർക്കിനും നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്ത് ശീലിക്കേണ്ടത്. നിങ്ങൾ ഈ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡിസ്പോസിബിളിലേക്ക് തിരിയുക. കാരണം ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സിന്
അവർ സ്പോഞ്ച് എടുക്കുമ്പം പറയും ഇത് വേണ്ട, ടിഷ്യൂ വെച്ച് തുടയ്ക്കാൻ പറയും അല്ലേ. അതിന് നമ്മൾ ഡിസ്പോസിബിൾ ടിഷ്യൂ ആണ് വാങ്ങുന്നത്. ഡിസ്പോസിബിൾ ടിഷ്യൂവിനെ നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കും. മടക്കിയിട്ട് ഇതെങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. കണ്ടല്ലോ, ഈ 2 വിരലിനകത്തേക്ക് നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ ഒരു ഭാഗം വയ്ക്കും. കണ്ടോ? അതിനുശേഷം അടുത്ത 2 വിരലിനകത്തേക്ക് നമ്മളിതിനെ ഒന്ന് ചുറ്റും. എന്നിട്ട് ഈ 3 വിരലും കൂടി നമ്മളിതിൽ കവേർഡാക്കും. കണ്ടല്ലോ? കവറാക്കിയിട്ട് ലാസ്റ്റ് വരുന്നതിനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്താലും ഈ ടിഷ്യൂ പോവില്ല. മനസ്സിലായോ? സി, ഇനി ഈ കയ്യിൽ നിന്ന് ഈ സാധനം എങ്ങോട്ടേക്കും അനങ്ങില്ല. എന്ത് വൃത്തിയായിട്ട് നമുക്ക് വാട്ടർ ക്ലെൻസ് ചെയ്യാം. വെള്ളം എവിടെങ്കിലും വീഴുവോ? ഇവിടെ തുടയ്ക്കണോ? ഇവിടെ തുടയ്ക്കണോ? ഒന്നും വേണ്ട. ഇവിടെ നിന്ന് നമ്മൾ അപ്പർ പോർഷനിലേക്ക് ക്ലീനായിട്ട് തുടച്ചെടുക്കുന്നു. 2 കൈയിലും വെക്കണം കേട്ടോ ഈ ടിഷ്യൂ. 2 കൈയിലും വെച്ചിട്ട് 2 കൈ ഉപയോഗിച്ചാണ്. ഫേഷ്യലിന് 1 കൈയിലാണോ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത്? എപ്പോഴും 2 കൈയും ചെയ്യണം എന്നാണ്. കണ്ടോ? ഇളകുന്നുണ്ടോ? അത് ഇളകുന്നുണ്ടോ? എന്ത് ക്ലീനായിട്ട് ഡീപ്പ് ക്ലെൻസ് ആകുന്നു. വെള്ളത്തിൽ പോലും നല്ല നീറ്റാകുന്നു. കണ്ണിലെയോ ലിപ്പിലെയോ എന്തെങ്കിലും സാധനം ഇതിനകത്ത് വരുന്നുണ്ടോ നിങ്ങൾ നോക്ക്. നമ്മുടെ മേക്കപ്പ് ക്ലെൻസിങ് അത്രയും പക്കയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്തു പറ്റും? തുടയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലോത്തിലും ആ കളർ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വാട്ടർ ക്ലെൻസ് ചെയ്തു. ഈ സാധനത്തെ നമ്മൾ ഇളക്കി ആ ബൗളിൽ തന്നെ ഇട്ട് മാറ്റി വയ്ക്കണം. മനസ്സിലായില്ലേ? അതിനുശേഷം ഡീപ്പ് ക്ലെൻസിങ് അല്ലേ ചെയ്തോ? ഡീപ്പ് ക്ലെൻസിങ് ഇന്നലെ കാണിച്ചതുപോലെ. ഡീപ്പ് ക്ലെൻസിങ് കൈ കൊണ്ടെടുക്കരുത്, സ്പാച്ചുല എടുക്കുക. കുറച്ചെടുത്ത് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഡ്രോപ്പ് ബൈ ഡ്രോപ്പായി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഹാൻഡ് മസാജ് കൊടുത്ത് തുടച്ച് കളയുക. അതറിയാമല്ലോ? യെസ്, വേഗം ചെയ്തോളൂ. വെള്ളത്തിൽ തൊടരുത്. ഈ ജെൽ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ വെള്ളം വേണ്ട. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലോത്ത് ടിഷ്യൂ വെച്ച് തുടച്ച് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. എപ്പോഴും നമ്മുടെ പാർലറിൽ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പുതുമ ഉണ്ടാകുന്നത്. കസ്റ്റമർ വരുമ്പോഴും പണ്ടത്തെ ഫേഷ്യൽ സിസ്റ്റം ചെയ്ത് അവിടെയും കുത്തി ഇവിടെയും കുത്തി അങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ. നിങ്ങൾ ഇത്രയും കാലം ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ യൂസ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് എടുത്തു. നാളെ ആ കസ്റ്റമർ നിങ്ങൾ ടിഷ്യൂ പേപ്പറിൽ എടുക്കുമ്പോൾ അവർക്ക് വേദനയില്ല. അവർ നോക്കുമ്പോൾ പെയിൻ ഇല്ലാതെ ബ്ലാക്ക് ഹെഡ്സ് പോയല്ലോ, ഇതെന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കും. പൊതുവേ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്യുന്നേ, ടിഷ്യൂ പേപ്പർ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ചുരുട്ടിക്കൂട്ടി തുടച്ച് ശീലിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? കോണോട് കോൺ മടക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഫേസ് ഡാപ്പ് ചെയ്യണം. ജലാംശത്തെ കളയാൻ ഡാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങോട്ട് തുടച്ചൊന്നും അല്ല ചെയ്യണത് കേട്ടോ. നമ്മളെപ്പോഴും ടിഷ്യൂ പേപ്പർ എടുക്കുക, കോണോട് കോൺ മടക്കുക. മടക്കിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഡാപ്പ് ചെയ്ത് ജലാംശത്തെ കളയുക. കണ്ടോ? അടുത്തത് പ്രെപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് ടോണിങ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ ടോണർ എന്ന് പറയുന്നത് നല്ല ഒരു സ്ട്രോങ് മിനിമൈസറാണ്. ലാവറിൻ്റെ തന്നെ ബോണി അക്വ എന്ന് പറയുന്ന ബ്രാൻഡാണ് ബ്യൂട്ടി വാട്ടർ. ലാവറിൻ്റെ തന്നെ
ബ്യൂട്ടി വാട്ടർ ആണ്. ഇതൊരു സ്ട്രോങ് മിനിമൈസർ ആണ്, സ്കിൻ ടോണർ ആണ്. എങ്ങനെയാണ് നമ്മൾ ഡീപ്പ് ക്ലെൻസ് കഴിഞ്ഞു, ഇനി കസ്റ്റമറുടെ ഫേസിലേക്ക് എങ്ങനെയാണ് ടോൺ ചെയ്യുന്നത്? കസ്റ്റമർ എന്ത് ചെയ്യണം? നിവർത്തിയിരുത്തിയിട്ട് ആദ്യം നേരിട്ടടിക്കരുത്, ഒന്നടിച്ച് കളഞ്ഞേക്കണം അല്ലേ? അതിന് ശേഷം നോക്ക്, മനസ്സിലായോ? കണ്ണടച്ച് വയ്ക്കാൻ പറയണം കസ്റ്റമർ. കണ്ടല്ലോ? ഇതുപോലെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പോർട്സ് മിനിമൈസ് ആവണ്ടേ? ആ സമയം കൊണ്ട് നമ്മൾ ഗ്ലാസ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിന് പകരം നമ്മൾ 3 സിറമുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ലാവറിൻ കമ്പനിയുടെ തന്നെ 3 സിറം 2:2:2 എന്ന അനുപാതത്തിൽ എടുക്കുക. ആ 3 സിറം ഈ ബോർഡ് എടുത്തിട്ട് ഈ ബോർഡിലേക്ക് 2 തുള്ളി വീതം 3 സിറം എടുക്കുക. 2 തുള്ളി വീതം. വൈറ്റമിൻ ഇ സിറം 2 തുള്ളി, വൈറ്റമിൻ സി സിറം, വൈറ്റമിൻ സി ഫോർ ക്യാറ്റ്, സി സിറം 2 തുള്ളി, വൈറ്റമിൻ എ ബി സിറം അതായത് ക്യാരറ്റ് ഓയിൽ 2 തുള്ളി. ഈ 3 സിറവും 2 ഡ്രോപ്പ് വീതം എടുത്ത് നന്നായി മിക്സ് ചെയ്യും. ഒരാൾക്കാണ് ഈ 2 തുള്ളി. ഇത് 3ഉം കൂടി എടുത്തിട്ട് നമ്മൾ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നോക്കുക, ഈ 2 തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചിലരുടെ സ്കിൻ ഓയിൽ ബാലൻസ് ചെയ്ത് പെട്ടെന്ന് അബ്സർവ് ചെയ്യും, ചില സ്കിന്നുകളിൽ ഓയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അവിടെ സ്കിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാനായി ഓയിൽ കൺട്രോൾ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ആ സാധനമാണിത്. കണ്ടല്ലോ? ഓയിലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് വെച്ചൊന്ന് ഡാപ്പ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് എവിടെയെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് പോരും. സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത് സ്കിന്നിൽ പിടിക്കും, ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. മസാജ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചാൽ മതി. മതി. ഇവിടെ എല്ലാം തേച്ചല്ലോ. നിങ്ങൾ നോക്കിക്കേ, ആ ഓയിൽ വന്നല്ലോ, കാണാൻ പറ്റുന്നില്ലേ? നേരത്തെ ഡ്രൈനെസ് മാറിയില്ലേ സ്കിന്നിൽ? ആളുടെ സ്കിന്നിലോ ഒരു ചെറിയ ഗ്ലോ ലുക്ക് വന്നു. അപ്പം മനസ്സിലാക്കിക്കോണം, ഓയിൽ കറക്റ്റാണ്, ഈ 2 തുള്ളി കറക്റ്റാണ്. നിങ്ങൾ ബ്രൈഡ്സിന് ഒറ്റ ക്ലെൻസിങ് ചെയ്യുമല്ലോ, ഒരു ക്ലെൻസർ ഇട്ട് തുടച്ച് കൊടുക്കും. അങ്ങനെയുള്ള സ്കിന്നിലേക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ എക്സസ് ആവും, നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചർ എക്സസ് ആവും. അപ്പം നമുക്കിത് നിങ്ങൾ യൂസ് ചെയ്യും. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ബിക്കോസ് അവർ പ്രെപ്പിംഗ് ഈസ് വെരി ഗുഡ്. നമ്മുടെ പ്രെപ്പിംഗ് വളരെ നല്ല പ്രെപ്പിംഗാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത ഓയിലിനെ അത് ഒബ്സർവ് ചെയ്തു. ഓയിൽ ബാലൻസ് മിനിമൈസ്ഡ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പേരെന്താണ്? ഓയിൽ കൺട്രോൾ ടിഷ്യൂ പേപ്പർ. അത് കഴിഞ്ഞു, ഇതെല്ലാം വന്നു. ഓക്കെ അല്ലേ? ഇനി ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CTM വരെ വന്നു. ഇനി P ആണ്. P നമ്മളിവിടെ ഹോൾഡിംഗ് ആണ്, കാരണം മേക്കപ്പിൽ Pയുടെ ആവശ്യമില്ലാത്തത് കൊണ്ടും നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ ഇൻ കേസ് അതുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലും നമ്മളത് ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നമ്മൾ മേക്കപ്പിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ഐ മേക്കപ്പിലേക്ക് പോകാം. അതല്ലേ നല്ലേ? കാരണം ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ 3/4 ഭാഗവും നമ്മുടെ കൈകളിലേക്ക് ഇരിക്കും. പ്രത്യേകിച്ചും ഇത് നമ്മൾ HD മേക്കപ്പ് പോലെയല്ല, ഗ്ലാസ് മേക്കപ്പാണ്, പുട്ടിയില്ല. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് പോകുമ്പോൾ മേക്കപ്പിൻ്റെ ആദ്യപടി എന്ന നിലയിൽ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്താലും നമ്മുടെ കൈകൾ അവിടെ ഇവിടെയെല്ലാം തട്ടി പ്രൈമറെല്ലാം പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഐ പ്രൈമർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഐ മേക്കപ്പിലേക്ക് പോകുന്നു. അതിനു മുന്നേ ഇവരുടെ ഐബ്രോസ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതിലേക്കൊന്ന് പോകാം. ആദ്യം നിങ്ങൾക്ക് വേദനയില്ലാതെ ഐബ്രോസ് എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്താണെന്നറിയാമോ?
എങ്ങനെയാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്? കസ്റ്റമറുടെ കൈകൾ എങ്ങനെയാണ് കണ്ണിൽ വെക്കേണ്ടതും ഐബ്രോസിന് മുകളിൽ വെക്കേണ്ടതും. അത് പഠിക്കുമ്പോൾ വേദന കുറച്ച് ആദ്യം കുറയും. മനസ്സിലായില്ലേ? ആദ്യം കസ്റ്റമറോട് വലത്തെ കൈയുടെ 3 വിരലുകൾ എടുത്തിട്ട് കണ്ണിലേക്ക് പിടിച്ച് ഐബോൾസിനെ പൊന്തിച്ച് പിടിക്കാൻ പറയണം. ഐബോൾ എപ്പോഴും നമ്മൾ പിടിക്കുന്ന കൈയുടെ മുകളിലേ പോകാവൂ, ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്. കണ്ണിന് ആയാസം കൂടും, വേദന ഉണ്ടാകും. അപ്പം ത്രെഡിങ്ങിൻ്റെതും ഇതും കൂടെ ആകുമ്പം ശരിക്കും പെയിനിങ് സെൻസേഷൻ കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? 3 വിരലുകൾ കൊണ്ട് ഐബോൾസിനെ പൊന്തിച്ച് കണ്ടല്ലോ, ഇതുപോലെ പിടിക്കണം. കണ്ടോ, ഐബോൾസ് മുകളിലാണ് ഇരിക്കുന്നത്. നമുക്ക് സ്കിന്ന് മാത്രം വലിഞ്ഞു കിട്ടിയാൽ മതി. രണ്ടാമത്തേത്, ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ കസ്റ്റമറോട് പറയുക, ബ്രോബോൺസ് ഇല്ലേ, ബ്രോബോൺസിൻ്റെ നേരെ മുകളിലായി ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയണം. ബ്രോബോൺസിൻ്റെ മുകളിൽ മിഡിൽ ഫിംഗർ ബ്രോബോൺസിൻ്റെ പാർട്ടി വരണം. കണ്ടല്ലോ, ഈ 3 വിരലുകൾ സ്കിന്നിൽ പറ്റണം. കണ്ടല്ലോ, ഇങ്ങനെ കണ്ടോ? ഇതാണ് പൊസിഷൻ. ഈ കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾ ത്രെഡ് ചെയ്താൽ കസ്റ്റമർക്ക് വേദന, അവിടെ ആദ്യത്തെ വേദന കുറയും. പിന്നീട് നമ്മൾ ഐബ്രോ എടുക്കുന്ന സിസ്റ്റം എടുക്കുമ്പോൾ കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇനി നിങ്ങൾ വീണ്ടും വേദന കുറയാൻ നമ്മുടെ കൈകളാണ് നോക്കേണ്ടത്. അതിലൊന്നാമത്തേത്, നമ്മൾ എടുക്കുന്ന ത്രെഡ് ഇത് കണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് ചുറ്റരുത്. കൂടിപ്പോയാൽ ഒരു 5 6 എണ്ണം. മനസ്സിലായില്ലേ? എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത്, കണ്ടോ അല്ലേ? കസ്റ്റമറെ ദയവ് ചെയ്ത് ഉമ്മ വയ്ക്കരുത്. അവർ റിലാക്സ് ചെയ്ത് ത്രെഡ് ചെയ്യാൻ കിടക്കുന്നവരാ കേട്ടോ. നമ്മുടെ ബോഡി അനങ്ങാൻ പാടില്ല ത്രെഡ് ചെയ്യുമ്പോൾ. കണ്ടിട്ടുണ്ടോ? അതായത് അതായത് നമ്മൾ ഈ നൂല് വയ്ക്കുമ്പോൾ നമ്മുടെ ഏത് ഹാൻഡ് പ്രവർത്തിക്കണം? അവിടെ ഏത് ഫിംഗർ? തമ്പ് പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? അതായത് കൊളുത്തിട്ടു, വച്ചു, മുടി ഇവിടെ വന്നു, എന്നിട്ട് അതായത് നമ്മുടെ ലൈറ്റ് പ്രഷർ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ രോമം പുഴുത് വരും, പക്ഷേ പൊന്തിച്ച് വരൂല. പൊന്തിക്കുമ്പോഴെന്ത് സംഭവിക്കും? വേദനിക്കും, വലിഞ്ഞു വരും. അപ്പം സ്കിന്നിന് വേദന കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തമ്പ് വെച്ച് പ്രസ് ചെയ്യുന്ന അതേ സമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ ലൂസാവണം, ഇല്ലെങ്കിൽ വേദന ഉറപ്പാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് സ്കിന്ന് വലിഞ്ഞോ എന്നുള്ളത് നമ്മൾ ഈ ഫിംഗർ വെച്ച് ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കണം. ലൂസാ, അവരോട് പറയണം ലൂസാണ്. അപ്പോൾ അവർ വീണ്ടും ഒന്നും കൂടി ടൈറ്റ് ചെയ്യും. കണ്ടോ, ഇച്ചിരി ടൈറ്റ് ചെയ്യും, ടൈറ്റ് ചെയ്യും, വേദനിക്കും. കണ്ടല്ലോ, നമുക്ക് വേദനയില്ലാതെ എൻ്റെ ബോഡി ഇങ്ങനെ വല്ലതും പോയോ? ഇല്ല. അപ്പം കൃത്യമായി ഐബ്രോ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, നമ്മൾ ഈ ഒരാൾ കാണുമ്പോൾ നമ്മൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ചെടുപടയെന്ന് എടുക്കുന്നതിലല്ല, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് നമ്മുടെ ജോലി. അവർക്ക് വേദനിക്കരുത്, ചെയ്യുന്നവർക്കിൽ എന്ത് വേണം? എഫിഷ്യൻസി ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാവണം. മനസ്സിലായില്ലേ? കണ്ടോ ലൈനിട്ട് ഐബ്രോ ഇട്ടേ? ഇനി അപ്പുറത്തെ സൈഡ് എങ്ങനെയാണ് ഈ ലൈനിനെ കറക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണം.
കണ്ടോ കണക്ഷൻ വന്നുണ്ടോ? അതായത് മിക്ക കസ്റ്റമർക്കും 2 ഐബ്രോയും ചിലപ്പോൾ 2 ഷേപ്പിലായിരിക്കും, ഒന്ന് താന്നും ഒന്ന് മുകളിലും ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ വലിയണം. ഇത് വലിഞ്ഞിട്ടില്ല, കണ്ടോ? വലിക്ക്. ഇതാ കണ്ടോ, ഇപ്പം വലിഞ്ഞേ. ഇതാണ് കറക്റ്റ് ടൈറ്റൺ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് വേദനിക്കില്ല. നിങ്ങൾ നോക്ക്, ആ ലൈൻ വീണുണ്ടോ? ഇപ്പം മനസ്സിലായോ? കറക്റ്റ് ഒറ്റ ലൈനിലാണ് നമ്മുടെ ഐബ്രോ വന്നിരിക്കുന്നത്. സി കണക്ഷൻ കണ്ടോ? ഐബ്രോയുടെ കണക്ഷൻ വന്നുണ്ടോ? മനസ്സിലായോ? ഐബ്രോയുടെ ലൈൻ വീണത്. ഇതാണ് ലൈൻ സെക്ഷൻ എടുത്ത് ഐബ്രോ എടുക്കേണ്ട രീതി. ഇതാ, മനസ്സിലായില്ലേ? നിങ്ങൾ ത്രെഡ് എന്ത് ചെയ്യണം? പാർലറുകളിൽ ഓപ്പണായിട്ട് വെച്ചേക്കരുത്. കാരണം ഇത് ഒരുപാട് ലെയേഴ്സ് ഉള്ള ത്രെഡാണ് അല്ലേ? കാറ്റടിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെയറുകൾ വികസിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഏതെങ്കിലും ഒരു ബോട്ടിലിട്ട് അടച്ച് വെച്ച് ശീലിക്കണം. കണ്ടോ ഐബ്രോ? കണ്ടല്ലോ നിങ്ങൾ? നോക്കിക്കേ, മനസ്സിലായില്ലേ എങ്ങനെയാണ് ലൈനിട്ട് ഐബ്രോ എടുക്കുക എന്നുള്ളത്? ഇപ്പോൾ പിടികിട്ടിയോ? വേദനയില്ലാതെ നമ്മൾ ഒട്ടും വേദന വരില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന കസ്റ്റമറുടെ ഇരിപ്പിനനുസരിച്ചും അവർ പിടിക്കുന്ന പിടുത്തം നമ്മൾ പറയുന്ന കറക്റ്റ് ഇൻസ്ട്രക്ഷനിലാണെങ്കിൽ ഒരംശം പോലും പെയിൻ അവർക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ലൈൻ സെക്ഷൻ എടുത്ത് ഐബ്രോയും കൂടെ എടുക്കുമ്പോൾ ഐബ്രോയ്ക്ക് തിക്നെസ് കുറഞ്ഞിട്ടുണ്ടോ? ആ ഉള്ള തിക്കിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഐബ്രോ എടുത്തേക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ 2 ഐബ്രോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? നേരത്തെ ഐബ്രോ ആയിരുന്നു നല്ലത്, ഇപ്പോഴത്തെ ഐബ്രോ ആണോ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റിലാണോ? റൈറ്റ്. കാരണം എന്ന് വെച്ചാൽ ആളുടെ ഐബ്രോയ്ക്ക് തിക്കില്ലല്ലോ. അപ്പം നമ്മളതിനെ ഒരു നാച്ചുറൽ തിക്കിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ചെയ്തേ? ഡൗൺ പോർഷനിൽ ഒരു ലൈൻ കൊടുക്കുക, സെൻറ്ററിൽ മാത്രം ഡാർക്കൺ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്ത് വിടുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. ആവശ്യമില്ലാതെ വാരിയിട്ട് അമിതമായിട്ട് തേക്കരുത്. ഓക്കെ? അപ്പോൾ ബ്രൈഡ്സിന് എപ്പോഴും എന്ത് ചെയ്യണം? ഐബ്രോ എപ്പോഴും നല്ല പഞ്ച് ചെയ്ത് നിൽക്കണം അല്ലേ? എന്നാൽ കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുകയും ചെയ്യരുത്. ആണോ അല്ലേ? കണ്ടോ? എന്നിട്ട് നമ്മൾ ഈ കൈ ഞാൻ എങ്ങനെ വെച്ചേക്കുന്നത്? ഐബ്രോയുടെ കറക്റ്റ് ഷേപ്പ്. ഈ കൈ വിട്ടിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് പറ്റുമോ? അത് ഞാൻ എന്ത് ചെയ്യണം? ഷേപ്പ് കറക്റ്റ് ചെയ്യുക. പിടിച്ച് ബ്രോ ബോൺസിൻ്റെ മുകളിൽ നമ്മൾ മുകളിലേക്ക് പിടിച്ച് കറക്റ്റ് ഷേപ്പാക്കി വെച്ചിട്ട് വേണം ഐബ്രോ വരച്ച് കറക്റ്റ് ചെയ്യാൻ. എന്നാലേ നമുക്ക് അത്രയും കറക്ഷനിൽ കിട്ടത്തുള്ളൂ. ഓക്കെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ചുമ്മാതെ ഓരോ വര ഇവിടെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡാർക്ക് ഷെയ്ഡ്. അപ്പം നമുക്ക് ഇല്ലാത്ത ഐബ്രോയ്ക്ക് ലെങ്തും കിട്ടും അല്ലേ? എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സി ഇപ്പം മനസ്സിലായോ ഐബ്രോ എങ്ങനെയാണ് കറക്ഷൻ കൊടുക്കണ്ടേന്ന്? മാഫിക്
എങ്ങനെയുണ്ട് ഐബ്രോ? ഇനി മേക്കപ്പ് വന്നു കഴിയുമ്പോഴാണ് ഐബ്രോയുടെ പഞ്ചിങ് വരാൻ പോണത്. ഐബ്രോ ഇപ്പം പക്കയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോകും. ഈ ഐബ്രോ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലി ഒന്നും ചെയ്തതല്ല. അയാളുടെ ഇല്ലാത്ത ഐബ്രോയെ നമ്മൾ ഐബ്രോ ആക്കി എടുത്തിരിക്കുകയാണ്. അയാളുടെ ഫേസിനനുസരിച്ചുള്ള ഷേപ്പ് ഇട്ടെടുത്തിരിക്കുക. ആളുടെ ഫേസ് മേക്കപ്പിന് പറ്റിയ ഒരു ഐബ്രോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത്. ഓക്കെ, ഇനി പെട്ടെന്നൊരു ഐ മേക്കപ്പ്, ഡാർക്ക് കൺസീലർ ഇട്ടിട്ട് പൗഡർ ഇട്ട് ഐ മേക്കപ്പ് ചെയ്യാൻ പോവാം ഞാൻ. ഓക്കെ, ജസ്റ്റ് ഒരു ലൈറ്റ് ഡാർക്ക് കൺസീലർ ഇടുകയാണ്. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലിങ്. മറ്റേത് ഞാൻ ഐബ്രോയ്ക്കുള്ള കൺസീലിങ്ങാണ് ചെയ്തത്. ഐബ്രോ കറക്ഷനുള്ള കൺസീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഫൗണ്ടേഷൻ ഇടുക. നമുക്കിപ്പം ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഐ മേക്കപ്പ് നമുക്ക് സ്റ്റേബിൾ ആയിട്ടാണെങ്കിൽ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ബ്രൈഡിലേക്ക് പോകുമ്പോൾ കൺസീൽ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനും കൂടെ ആഡ് ചെയ്തിട്ട് പൗഡർ അപ്ലൈ ചെയ്താൽ ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് ഞാനിപ്പം ഫൗണ്ടേഷൻ ഹൈഡ് ചെയ്യുകയാണ്. പക്ഷേ എഴുതിക്കോണം, കോമ്പാക്റ്റ് പൗഡർ. സ്റ്റിഫാക്കുകയാണ് കേട്ടോ. മറ്റേതിനെ അവിടെ നമ്മൾ പിടിപ്പിക്കുന്നു. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇവിടെ സ്റ്റിഫായില്ലേ? ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഐ മേക്കപ്പ്. ഇത് ചെയ്താലേ നമുക്ക് സ്മൂത്തായിട്ട് ബ്രഷ് ഓടത്തുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോണത് വെറ്റ് ഐ മേക്കപ്പാണ്. എന്താണ് വെറ്റ് ഐ മേക്കപ്പ്? ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടോ, ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് ഈ ബ്രഷ്. ഇട്ടതിന് ശേഷം ടിഷ്യൂ എടുത്തു. ടിഷ്യൂവിലേക്ക് ബ്രഷ് ക്ലീൻ ചെയ്ത് നീറ്റാക്കാൻ പോവുക. കണ്ടല്ലോ? എന്നിട്ട് ബ്രഷിലെ ജലാംശത്തെ നമ്മൾ തുടച്ച് കളയുകയാണ്. ചെറിയ ഒരു നനവ് ബ്രഷിനുണ്ടാവണം. ഓവറായിട്ട് നനവ് വേണ്ട. ഈ മേക്കപ്പ്, ഐ മേക്കപ്പിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഹൈ ഡെഫിനിഷനാണ്, ഫിനിഷിങ് കൂടുതലാണ്. രണ്ടാമത്തേത്, പലപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഒരുപാട് പേരും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ണിനടിവശത്ത് പൗഡർ ഇടും അല്ലേ? എന്തിനു വേണ്ടിയാ? എടുക്കുന്ന ഷാഡോയുടെ ഡസ്റ്റ് ഇവിടെ വീഴും, തട്ടിക്കളയാൻ. ഇതിന് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഒരംശം പോലും നമ്മൾ എടുക്കുന്ന ഷാഡോ മറ്റെങ്ങും വീഴില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം നോബ്ലെസിൻ്റെ ആണ്. ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കണ്ണടച്ച് വെച്ചു മോനെ. നോബ്ലെസ് കമ്പനിയുടേതാണ്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രോബോൺസിൻ്റെ മുകളിൽ പോയിൻ്റർ ഫിംഗർ, തമ്പ് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബ്രഷ് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് ഐ മേക്കപ്പ് ചെയ്യും. അത് ചെയ്യരുത്. കണ്ടല്ലോ? ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എപ്പോഴും ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് നമ്മൾ അടിവശത്തായിരിക്കണം കൊടുക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും ആ കളറിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലെൻഡ് ചെയ്ത് ലൈറ്റൺ ചെയ്യണം. ബ്ലെൻഡിങ് മാത്രം മതിയോ? കളറിനെ ലൈറ്റൺ ചെയ്ത് വേണം കൊണ്ടുപോകാൻ മുകളിലേക്ക്.
എവിടെയെങ്കിലും വീഴുന്നുണ്ടോ? ഫിനിഷിങ് കണ്ടോ? ബ്രഷ് നനച്ച് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മഡ്ജിങ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. നമ്മൾ പൗഡർ എടുത്ത് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും ബ്രഷ് നനച്ചിട്ട് പൗഡറിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫിനിഷിങ്ങും കിട്ടും. ഒരംശം പോലും നമ്മുടെ ഈ താഴേക്കൊന്നും വീഴത്തും എടുക്കത്തും ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി ഷെയ്ഡ് എന്ത് ചെയ്യാം ഡാർക്കാക്കി ഓക്കെ. ഇനി ജസ്റ്റ് ഒരു ഐ മേക്കപ്പേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ഇതിൽ വേണമെങ്കിൽ എനിക്ക് സിംഗിൾ ഷെയ്ഡ് ചെയ്യാം, ഡബിൾ ഷെയ്ഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ഷെയ്ഡ് ചെയ്യാം. ഞാനിതിപ്പം സിംഗിൾ ആക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഡബിളിലേക്ക് പോവുക. ഏതിലേക്ക്? ഡബിളിലേക്ക്. എളുപ്പ പ്രക്രിയകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഐബോൾസിൽ കൊടുത്തപ്പോഴേക്കും നമുക്ക് ഡബിൾ കളറായി. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോന്നു? സ്മോക്കി കാണണ്ടേ? ഒരു ലൈറ്റ് സ്മോക്കിയിലോട്ട് പോയാലോ? അടുത്തേ ഞാൻ സ്മോക്കിക്ക് വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത്. ഇതിൽ നിന്നുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് എടുക്കാൻ പോണത്. ലൈറ്റ് സ്മോക്കിയാണ് കൊടുക്കുന്നത്, ബ്ലെൻഡിങ് അല്ല. ബ്ലെൻഡിങ് വരുമ്പോൾ ഡാർക്ക് സ്മോക്കി ആകും. നമ്മളിപ്പം ഒരു സിംഗിൾ കളർ ഇട്ടു, അതിനെ മൾട്ടിപ്പിളിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഒരു ലൈറ്റ് സ്മോക്കിയും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, 3 കാര്യങ്ങളാവുന്നില്ലേ? അതിന് നമ്മൾ ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ നമ്മൾ കണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ? ഓക്കെ, ലൈറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫുള്ള് ആ സെൻറ്റർ പോർഷൻ വരുമ്പോൾ ഉള്ളിലേക്ക് പോകരുത്, കുറച്ച് പുറത്തേക്ക് പൊന്തി നിൽക്കത്തക്ക രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് ബ്ലാക്കിലേക്ക് സ്മഡ്ജ് ചെയ്ത് കയറ്റുക. കണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ ലൈറ്റ് സ്മോക്കി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് സ്മോക്കി വിത്ത് നമ്മൾ എത്ര കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ കളർ. ഡബിൾ കളർ അല്ല, സിംഗിൾ കളറും അല്ല, മൾട്ടിപ്പിൾ കളറാണ്. മറ്റേ ആൾക്ക് ചെയ്യുമ്പോൾ ഒറ്റ കളറിൽ ചെയ്താൽ മതി, സിംഗിൾ കളർ. ഏതാ ചെയ്തേ നോക്കട്ടെ. അത് വളരെ ലൈറ്റാണ്. ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഈ സൈഡൊന്ന് ഡാർക്കൺ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. പറഞ്ഞേ ഈ മേക്കപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്മഡ്ജിങ് കറക്റ്റായിട്ട് ചെയ്തു. നനച്ചല്ലേ ബ്രഷ് ചെയ്തേ? ഓക്കെ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഐബ്രോയിൽ ടച്ച് ചെയ്യരുത്. ക്രീസ് ലൈനിന് മുകളിൽ ഇവിടെ ആ ഒരു ക്യാപ്പ് കറക്റ്റ് കിട്ടണം. എന്നിട്ട് ആ ക്യാപ്പ് ഇവിടെ വന്നിട്ട് ആ ക്യാപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹൈലൈറ്റർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ഹൈലൈറ്റർ കൊടുക്കുമ്പോൾ ഗ്യാപ്പ് വരത്തില്ല. മനസ്സിലായില്ലേ? അല്ലാതെ മേക്കപ്പ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടെയും കൂടെ ഒരു ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ. കളർ നല്ല കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രീൻ കളർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തേക്കുന്നത് സ്മോക്കി ബ്ലാക്ക് അല്ല, ഗ്രീനാണ്. ഇവിടെ ചെയ്തേക്കുന്നത് ബ്ലാക്കാണ്. ഇതേ സെയിം പ്രൊസീജിയർ നിങ്ങളിവിടെ ചെയ്തോളൂ. ലാഷ് വയ്ക്കാൻ അറിയാമല്ലോ. സൈഡ് കട്ട് ചെയ്തിട്ട്
ഐലാഷ് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം കസ്റ്റമറുടെ കണ്ണിൻ്റെ ലെങ്ത് നോക്കുക. ലെങ്ത് വലിയ കണ്ണാണെങ്കിൽ നമ്മുടെ ഐലാഷ് അങ്ങനെ തന്നെ വെക്കാം. ചെറിയ കണ്ണാണെങ്കിൽ രണ്ട് സൈഡും നോക്കിയതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ലെങ്ത് കുറച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് വേണം ലാഷ് ഫിക്സ് ചെയ്യാൻ. ഫിക്സ് ചെയ്യുമ്പോൾ ലാഷിനകത്തേക്ക് നമ്മൾ പശ പിടിപ്പിച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്തിനാണ്? അല്ലാതെ ഉടനെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല, ഒട്ടത്തില്ല. ഐബ്രോസിൻ്റെ ലൈനൊക്കെ കറക്റ്റ് ചെയ്തായിരുന്നോ നിങ്ങൾ? അവർ നന്നായിട്ട് ചെയ്തല്ലോ. ഓക്കെ, താങ്ക് യു. കണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ പശ വെച്ചാൽ ഉടൻ തന്നെ ഇങ്ങനെ ഇരിക്കും. കണ്ടേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അമർത്തി പിടിക്കുക. ഇവിടെ അമർത്തുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു വിടുക. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. നമ്മുടെ കൈ തൊടരുത്, കാരണം നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അത് വെച്ചാൽ ഉടൻ തന്നെ ഈ കൈ കൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ അമർത്തി പിടിക്കുക. അടുത്തത് ഇവിടെ അമർത്തി പിടിക്കുക. നോക്കിക്കേ, ഐബ്രോ നന്നായിട്ട് അവർ കറക്റ്റ് ചെയ്തു. സൂപ്പറായിട്ട് ലൈറ്റ് മേക്കപ്പ് പക്കയായിട്ടുണ്ട്. ഒന്ന് നല്ല ക്ലാപ്പ് കൊടുക്ക്. ഇനി ഒരു ബുദ്ധിമുട്ടില്ലാതെ ഐ മേക്കപ്പ് ചെയ്യാമല്ലോ, ഐബ്രോ കറക്റ്റ് ചെയ്ത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന കൺസീലറിൻ്റെ പേരെന്താണ്? മാഫിക് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസീലറാണ്. ഐബ്രോയിൽ തുടരുത്. ഇവിടുത്തെ ക്ലിയർ ആക്കി എനിക്ക് തന്നേക്കണം കേട്ടോ. അപ്പുറത്തെ ആളോട് പറയുകയാണ്, എടുത്തോ പ്രൈമർ അപ്ലൈ ചെയ്യുക. സ്കിന്ന് മൊത്തത്തിൽ എടുക്കുന്ന പ്രൈമറിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. കയ്യിലെടുത്ത് സ്പാച്ചുലയിട്. നമ്മളൊരു കസ്റ്റമർക്ക് എടുക്കുന്ന പ്രൈമറിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ കണ്ടോ ഈ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി ബോട്ടിലിനകത്തെ? ഞാനൊരു കസ്റ്റമർക്ക് എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ എപ്പോഴും ഇത് പഠിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ഗ്ലാസ് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. വാരി വലിച്ചിട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ആദ്യം ഇടും, തുടയ്ക്കും, പിന്നെ ഇടും, തുടയ്ക്കും. നമ്മൾ അന്നേരം ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം എടുക്കുക. നമുക്കവിടെ വേണ്ടത് എന്താണ്? ആവശ്യത്തിനുള്ള ഒരു പ്രൈമർ, ഒരു ഗ്ലോസി ലുക്ക് വരുന്ന ഒരു പ്രൈമറാണ് അവിടെ ആവശ്യം. ഓക്കെ ആയി വരുന്നില്ലേ? അപ്പുറത്ത് ഇവിടുത്തെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്യിക്കുക. ഓക്കെ അല്ലേ? ഇനി ആ ഹൈലൈറ്ററൂടെ വരുമ്പോൾ ഓക്കെ ആവും. ഐബ്രോയ്ക്ക് കറക്റ്റ് ഹൈലൈറ്റർ എങ്ങനെ കൊടുക്കുക? വിരൽ കൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റർ കഴിവതും കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ സ്മഡ്ജ് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ബ്രഷ് തേച്ചാലും ചിലപ്പം അവിടെ ഒരു വര പോലെയൊക്കെ വീഴും. അതിനേക്കാൾ നല്ലത് ഈ വിരൽ കൊണ്ട് തോണ്ടി ചെറുതായിട്ടൊന്ന് അമർത്തി സ്മഡ്ജ് ചെയ്തൊന്ന് വിട്ടേക്കുക. അത്രേ ഉള്ളൂ. പ്രൈമർ ഇട്ടല്ലോ, കണ്ടോ നിങ്ങൾ? ആ പ്രൈമർ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്കിന്നിന് ചെറിയ ഒരെണ്ണമയം പോലെ വന്നു അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിച്ച് കൂടിപ്പോയുള്ള അവസ്ഥ. പിന്നെ നിങ്ങൾ തുടയ്ക്കാൻ നിൽക്കണ്ടേ? ഇനി അതിൻ്റെ മുകളിലേക്ക് പ്രൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് മേക്കപ്പിൻ്റെ ഭാഗമായി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് കൺസീലർ ആണ്. കൺസീലർ എന്ന് പറയുന്നത് നമുക്ക് ഈ മേക്കപ്പിന് കൺസീലറിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതിനകത്തൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ഫൗണ്ടേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കാര്യങ്ങൾ ആഡഡ് ആണ്. ഒന്നാമത്തേത്, നമ്മൾ ആദ്യമേ പ്രെപ്പിങ് ചെയ്തപ്പോൾ അവിടെ ഒരു സാധനം നമ്മൾ ഹോൾഡ് ചെയ്തല്ലോ, SPF അല്ലേ? അപ്പം നമ്മൾ ഈ ഉപയോഗിക്കാൻ പോകുന്ന ആ ഫൗണ്ടേഷനകത്ത് 3 കാര്യങ്ങളുണ്ട്. 1 SPF, 2 കൺസീലർ വിത്ത് ഫൗണ്ടേഷൻ. SPF കൺസീലർ വിത്ത് ഫൗണ്ടേഷൻ. അത് നമ്മുടെ എല്ലാ ടോണിനും അനുസരിച്ചുള്ള കൺസീലർ നമുക്ക് അവൈലബിൾ ആണ്. ടോണുകൾ വരുന്നുണ്ടോ? ഒരു ടോൺ, ഇതൊരു ടോൺ. അതായത് നമ്മുടെ കസ്റ്റമറുടെ സ്കിന്നിന് അനുയോജ്യമായ തരത്തിൽ നമുക്ക് ലാബ്രനിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ ടോൺ നോക്കിയിട്ട് ആളുടെ സ്കിന്നിൻ്റെ ടോൺ എങ്ങനെയാണ് നോക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം.
നോക്കിക്കോളൂ, ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്കിന്നിന് മൊത്തത്തിലൊന്ന് പിടിപ്പിച്ചു. ഇനിയാണ് എൻ്റെ വിരലിൻ്റെ പരിപാടി. എന്താണ് ചെയ്യുക? ഡാപ്പ് ചെയ്ത് വിടുക അല്ലേ? ഏത് വെച്ച്? തമ്പ് ഉപയോഗിച്ച് ഡാപ്പ് ചെയ്ത് കയറ്റി വിടും. കണ്ടോ ഇപ്പോഴത്തെ ആ ഗ്ലോ കണ്ടോ? സി, ഇവിടുത്തെ ഗ്ലോ കണ്ടോ? നമ്മളിത് സ്കിന്നിനകത്തേക്ക് ഇതിങ്ങനെ ഡാപ്പ് ചെയ്ത് കയറ്റുമ്പോൾ മാത്രമേ ഈ ഗ്ലോ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുമ്മാതെ സ്മഡ്ജായി കിടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ഡാപ്പ് ചെയ്ത് സ്കിന്നിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തി വിടണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ വരെ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? വാട്ടർ പ്രൂഫ് ആക്കണം. ഇനി മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യിക്കണ്ടേ? അതിനെ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി ഇതേ സെയിം ടോണിലുള്ള പൗഡർ നമ്മൾ സ്കിന്നിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യും. ഇവിടെ ഒരു ഇച്ചിരി പ്രശ്നമുള്ളതാണല്ലോ, എന്ത് പറ്റി? നോക്കിക്കേ, അവിടെ എങ്ങനെയുണ്ട്? ഫേസ് എങ്ങനെയുണ്ട്? ഉറക്കെ പറയേ. ആ, ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതേ ടോണിലുള്ള പൗഡറിനെ അപ്ലൈ ചെയ്തുകൊണ്ട് വാട്ടർ സ്പ്രേ ചെയ്ത് ഇതിനെ വാട്ടർ പ്രൂഫ് ആക്കുന്ന പ്രക്രിയയാണ് ചെയ്യാൻ പോണേ. ഗ്ലാസ് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക്. മേലേക്ക് നോക്കാതെ നിൽക്ക് നിൽക്ക് നിൽക്ക്. ഇപ്പോൾ ആളുടെ സ്കിന്നിൻ്റെ ടോണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ കണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ? ആ അപ്പോൾ കണ്ടോണം. നിങ്ങൾക്ക് HD മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം കളർ കറക്റ്റർ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കൺസീൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? അതായത് നമ്മുടെ ഫേസിൽ കളർ ഷഫിൾ ചെയ്ത് വരും അല്ലേ? ചില ഭാഗങ്ങളിൽ വൈറ്റ് ആൻഡ് ഷെയ്ഡ് വരും, ചില ഭാഗങ്ങളിൽ യെല്ലോ ഷെയ്ഡ് വരും, ചിലതിൽ നല്ല ഡാർക്ക് ഷെയ്ഡ് വരും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണത് കറക്റ്റ് ചെയ്യുന്നത്? HD വരുമ്പോൾ അതായത് ഡാർക്ക് സ്പോട്ടുകൾ അല്ലേ, സ്കാറുകൾ, പിഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തിരുന്ന പാർട്ടുകളൊക്കെ കവർ ചെയ്യാനാണ് ഞാൻ ചോദിച്ചത്. സ്കിന്നിൻ്റെ ഈവൻ ടോണിൽ നമുക്ക് ചില ഭാഗങ്ങളിൽ മെലാസ്മ പോലെ, ചില ഭാഗങ്ങളിൽ ബെർത്ത് മാർക്കുകൾ പോലെ സ്പ്രെഡ് ചെയ്ത് ഈവൻ ടോൺ അല്ലാതെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അവിടെ എല്ലാം കറക്റ്റ് വാരിയിടും. അപ്പം നമ്മൾ കറക്റ്റർ ഇട്ട് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ കൺസീൽ ചെയ്തതിന് ശേഷം ആ ടോണിനാസ്പദമായിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കുക. ഇപ്പം 2 ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്ത കണ്ടോ? അടിവശത്ത് എന്താ ഞാൻ ചെയ്തേ? ആ, ഇനി അതൊന്ന് കാണിച്ചുകൂടാ. ഫോർഹെഡ് കണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട് ഫോർഹെഡ്? നേരത്തെ ഡാർക്ക് ടോൺ മാറിയില്ലേ? അവിടെ ഡാർക്കും വൈറ്റും കൂടെ മിക്സിങ് ആയിരുന്നു. അപ്പോൾ ആ ടോണിനെ നമ്മൾ ഈവനാക്കി. എങ്ങനെ ഈവനാക്കുമെന്ന് വെച്ചാൽ, ആളിൻ്റെ സ്കിന്നിൽ നോക്കുക. സ്കിന്നിൽ നോക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ആരുടെയെങ്കിലും ഒരു സ്കിന്നൊന്ന് കാണിച്ചാൽ, ഇതിപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്കിന്ന് കണ്ടോ? ഈ ഭാഗത്ത് മാത്രമേ ആൾക്ക് വൈറ്റ് ഉള്ളൂ, ബാക്കി എല്ലായിടവും ബ്ലാക്കാണ്. അപ്പം ഞാൻ ആദ്യം എടുത്ത ഒരു ഫൗണ്ടേഷൻ വിത്ത് കൺസീലർ ഉണ്ടല്ലോ, ആ സാധനം ഫേസിലേക്ക് ഇട്ടപ്പോൾ വന്ന ആ ഒരു ചേഞ്ച് കണ്ടോ? ഒരുമാതിരി പുട്ടി പോലെ ആണോ? അല്ലേ? ഇതിനെ നമുക്ക് ഈവനാക്കണ്ടേ? അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിനേക്കാൾ ഡാർക്കായിട്ടുള്ള ഒരു ടോണിനെ നമ്മൾ കൊടുക്കും ഇനി. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് സ്മഡ്ജ് ചെയ്ത് കയറ്റും. ആ ഡാർക്കും ലൈറ്റും കൂടെ സ്മഡ്ജ് ചെയ്ത് കയറ്റി കഴിയുമ്പോൾ സ്കിന്നിൻ്റെ കറക്റ്റ് ടോൺ അവിടെ കിട്ടി. ഇപ്പം പിടി കിട്ടിയോ? അവിടെ ക്ലിയർ ആയില്ലേ? അവിടുത്തത് ഒന്നും കൂടെ ഒന്ന് സ്മഡ്ജ് ചെയ്തേ സ്കിന്നിൽ. ആ യെല്ലോ ഇത് ടോൺ എടുത്തിട്ട് സ്കിന്നിനകത്ത് മാറ്റമുണ്ടോ നോക്ക് നിങ്ങൾ. എങ്ങനെയുണ്ട്? ഒരുപാട് ഓവർ വൈറ്റ് ഒന്നും അല്ലല്ലോ. അയാളുടെ ടോൺ കറക്ഷൻ ആയോ നോക്ക്. പ്യുവർ ടോൺ ആയില്ലേ? ആ കറുപ്പെല്ലാം മാറിയില്ലേ? 2 ടോണിനെയും നമ്മൾ ഒന്നാക്കി എടുത്തു.
മനസ്സിലായില്ല? അതെന്താ ചെയ്തേ? എന്താ ഞാൻ ചെയ്തേ? ആദ്യം ഒരല്പം ലൈറ്റ് കളറ് ചീക്സിൻ്റെ ഭാഗത്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചീക്സിൻ്റെ ഭാഗത്താണ് ആ പുള്ളിക്കാരത്തിയുടെ കളറ് ഒറിജിനൽ കിടക്കുന്നത്. കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമെല്ലാം ഡാർക്ക് ഷെയ്ഡ് വീണതായിരുന്നു. അവിടേക്ക് അതിൻ്റെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡിനെ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കയറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അയാളുടെ സ്വയമുള്ള ടോണിനെ ആഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ അയാളുടെ സ്വന്തം ടോൺ ആഡ് ചെയ്തു. സ്കിൻ ടോൺ ഇപ്പോൾ കിട്ടിയല്ലോ, കറക്റ്റ് ആയില്ലേ? നിങ്ങൾക്ക് ഈ ടോൺ കറക്ഷൻ അറിയില്ല ആർക്കും. നിങ്ങൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ HD മേക്കപ്പ് ചെയ്താലും 4K HD ചെയ്താലും ടോൺ കറക്ഷൻ നന്നായിട്ട് പഠിച്ചാൽ അത് കഴിയാതെ വേറെ ഒന്നുമില്ല. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് അതിനകത്താണ് നിങ്ങളുടെ മേക്കപ്പിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അതെല്ലാ ഭാഗത്തും കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യരുത്. നമ്മളൊരു ഫൗണ്ടേഷൻ ആഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ചെയ്യണം അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ഈവനായിട്ട് സ്കിന്ന് മൊത്തം വാരി അങ്ങ് പൊത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പുട്ടിയായിട്ട് കാണും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളതിന് ചെയ്യേണ്ടത് നമ്മളിപ്പം ഒരു കസ്റ്റമറെ ഇരുത്തി മേക്കപ്പ് ചെയ്യാണ്, ഫൗണ്ടേഷൻ ഇടണം. നിങ്ങൾ എവിടെയൊക്കെ ഇടുമ്പോൾ ആദ്യം നമ്മൾ കൺസീൽ ചെയ്യുന്നു അല്ലേ? കളർ കറക്റ്റ് കൊടുത്ത് കൺസീൽ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൺസീലിങ് ഈ ഭാഗമാണ്. ഇവിടെ നമ്മൾ പോയിട്ട് ഓടിയോ, ഇവിടെ കൺസീൽ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ കൺസീലിങ് മസ്റ്റായിട്ട് പോകേണ്ട ഭാഗം ഇവിടെയാണ് അല്ലേ? ഈ 2 ഭാഗം കൺസീൽ ചെയ്യുക, സ്മഡ്ജ് ചെയ്യുക, ബ്ലെൻഡർ ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്ത് വിടുക. HD മേക്കപ്പാണ് പറയണേ. വിട്ടതിന് ശേഷം നോക്കുക സ്കിന്ന് ഫുൾ ഈവൻ ആയിട്ടുണ്ടാവും. ഈ ഈവൻ ആയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എടുക്കുക. ഇത്രയും ഭാഗത്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവണില്ലേ? അതിനുശേഷം നോക്കുക എങ്ങനെയായി എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും മേക്കപ്പിൻ്റെ റിസൾട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് കളറായാലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആളുടെ സ്കിൻ ടോണിൽ നിന്ന് ഇച്ചിരിയും കൂടെ കളർ തോന്നുന്ന തരത്തിലുള്ള ഒരു ടോണും കൂടി എടുത്ത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ സ്കിന്ന് ഫുള്ളായിട്ട് അത് സ്പ്രെഡാവും. അപ്പം ഗ്ലാസ് മേക്കപ്പിന് പൗഡർ ഫിക്സ് ചെയ്യാനുള്ള ബ്രഷാണ് ഈ കാണുന്നത്. ഈ ബ്രഷ് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? ഈ ബ്രഷ് നമ്മൾ ഗ്ലാസ് മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ, പൗഡറിന് ഫിക്സ് ചെയ്യാൻ. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് മതി. കണ്ടല്ലോ, പൗഡറിനെ നമ്മൾ ബ്രഷിനകത്തേക്ക് കയറ്റി എന്നിട്ട് കണ്ടല്ലേ? അതിന് ശേഷം ഇങ്ങനെ തേക്കരുത്. പൗഡർ ഇങ്ങനെ തേക്കാൻ പാടില്ല, ജസ്റ്റ് ഡാപ്പ് ചെയ്ത് വിടുക. കണ്ടല്ലോ? കണ്ടല്ലോ? ഇതേപോലെ ഇതിനെ നമ്മൾ പിടിപ്പിക്കണം. സ്കിന്നിൽ നന്നായിട്ട് ഡാപ്പ് ചെയ്ത് ഈ പൗഡറിനെ ഉള്ളിലേക്ക് കടത്തി വിടണം. കാരണം സ്കിന്നിൽ ഇതിനെ വാട്ടർ പ്രൂഫ് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം രാത്രി വരെയൊക്കെ ചില കസ്റ്റമേഴ്സ് നിൽക്കേണ്ടവരാന്ന് പറയും. ഇത്രയും ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പൗഡറിനെ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് തട്ടിക്കളയുക കേട്ടോ. എക്സസ് ആയിട്ടുള്ള പൗഡറിനെ ഞാൻ തട്ടുക. കണ്ടല്ലോ? നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് മേക്കപ്പ് സ്പ്രെയർ. കണ്ടല്ലോ? ഇതെന്ന് പറയണത് വാട്ടർ സ്പ്രെയറാണ്. ഗ്ലാസ് മേക്കപ്പിന് ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കണ്ടല്ലോ? ഈ വെള്ളം പോകുന്ന രീതി കണ്ടോ? മറ്റുള്ള സ്പ്രെയർ പോലാണോ? മറ്റുള്ള സ്പ്രെയർ ആണെങ്കിൽ
ഇതിൽ നിന്ന് വരുന്ന വെള്ളം കുറച്ചും കൂടെ തിക്കിയായിരിക്കും അല്ലേ? ഇത് വളരെ തിന്നായിട്ടാണ് വരുന്നത്. നോർമൽ വെള്ളമാണ്, ഇതിനകത്ത് കുക്കുംബർ വാട്ടർ ഒന്നുമല്ല, നോർമൽ വാട്ടറാണ്. അതിനുശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി. വെള്ളം എന്ന് വെച്ചാൽ ഇനി വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊന്ന് സെറ്റാകണം, വാട്ടർ പ്രൂഫ് ആകണം. കാരണം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് കോണോട് കോൺ മടക്കിയതിന് ശേഷം നമ്മൾ ടച്ച് ചെയ്ത് നോക്കണം. നമുക്കറിയാൻ പറ്റും വാട്ടർ പ്രൂഫ് ആയോ ഇല്ലയോ എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇങ്ങനെയുള്ള മേക്കപ്പുകൾ ഇതേ ടോണിൽ ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ലൈറ്റ് ഷെയ്ഡുകളൊന്നും കൊടുക്കരുത് ഇങ്ങനെയുള്ള സ്കിന്നുകൾക്ക്. അപ്പോഴാണ് ഒരുമാതിരി ഈ കുമ്മായം പൂശിയ കണക്കിരിക്കും പെൺപിള്ളേരെ മുഖം അല്ലേ? സ്കിന്ന് കുറച്ച് വൈറ്റ് ഷെയ്ഡൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് കുമ്മായം പൂശിയതുപോലെ ആയിപ്പോവും. ഇനി ഇതിനകത്തേക്ക് ബാക്കി വർക്കുകൾ വരുമ്പോൾ സ്കിൻ അങ്ങ് മാറും. ഓക്കെ, ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറയണത്, ഇനിയാണ് നമ്മുടെ 4 ഫൗണ്ടേഷൻ്റെ പണി നടക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്പർ 1 വാട്ടർ പ്രൂഫ് സിറം ഫൗണ്ടേഷൻ ഡിപ്പെൻഡിങ് ദ സ്കിൻ ടോൺ. അതായത് സ്കിൻ ടോണിനനുസരിച്ചുള്ള വാട്ടർ പ്രൂഫ് സിറം ഫൗണ്ടേഷൻ ആണ് ആദ്യത്തെ ഫൗണ്ടേഷൻ. അതിലേക്ക് 1 ഡ്രോപ്പ് ഗോൾഡ് ഗ്ലോസി ഫൗണ്ടേഷനും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യും. ഗോൾഡ് ഗ്ലോസി GLOSSY ഗ്ലോസി ഫൗണ്ടേഷൻ. വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ലല്ലോ. അപ്പം അയാളുടെ ടോണിന് മാച്ചായി വരുന്ന ഒരുവിധം മാച്ചാവുന്ന ഒരു ടോണാണിത്. ഇതിനകത്തേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഗോൾഡ് ഗ്ലോസി ഫൗണ്ടേഷൻ ഉപയോഗിക്കാൻ പോവാം. ഇതാണ് ഗോൾഡ് ഗ്ലോസി ഫൗണ്ടേഷൻ. ഇതിൻ്റെ കളർ കണ്ടോ? മിനുങ്ങുന്നേ, സ്വർണം പോലെ മിനുങ്ങും. കണ്ടോ? ഗോൾഡ് ഗ്ലോസി ഫൗണ്ടേഷൻ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് 1 ഡ്രോപ്പ് വൈറ്റ് ഫൗണ്ടേഷനും കൂടി ഇടാൻ പോവാണ്. വൈറ്റ് ഫൗണ്ടേഷൻ കണ്ടിട്ടുണ്ടോ? ഇതാണ് വൈറ്റ് ഫൗണ്ടേഷൻ. കണ്ടല്ലോ? 1 ഡ്രോപ്പ്, ഒറ്റ 1 ഡ്രോപ്പേ ആകാവൂ, അതിൽ കൂടുതൽ ആകരുത്. എന്നിട്ട് ഇതിനെ 3നെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് വാട്ടർ പ്രൂഫാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിനെ നേരത്തെ നമ്മൾ വെള്ളം ഒപ്പിയെടുത്തതുപോലെ കോണോട് കോൺ മടക്കി കണ്ടല്ലോ? നമ്മളിപ്പോൾ പൗഡറാണ് ഇട്ടത് അല്ലേ? വെള്ളം സ്പ്രേ ചെയ്തു, അത് വാട്ടർ പ്രൂഫ് ആയില്ലെങ്കിൽ ആ പൗഡർ എന്ത് ചെയ്യും? ടിഷ്യൂവിലേക്ക് ടച്ച് ആവും. ആയോ ഇല്ലയോ? ഇല്ല. അപ്പോൾ എന്തായി കഴിഞ്ഞു? വാട്ടർ പ്രൂഫായി. ഇനി ഇതിലേക്ക് നമ്മൾ അല്ല, എന്നിട്ട് തള്ളവിരൽ വെച്ച് സ്പ്രെഡ് ചെയ്യണം. തള്ളവിരൽ വെച്ച് ഡാപ്പ് ചെയ്താൽ വിടേണ്ടത്. ഇത് സ്പ്രെഡ് ചെയ്യാനാണ് നമ്മൾ ഈ വിരൽ ഉപയോഗിക്കുന്നത്, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാപ്പിങ്ങിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ചെയ്ത ഇനി നിങ്ങൾ ഇത് കൈകൊണ്ടിങ്ങനെ പിടിപ്പിക്കുക. പിടിപ്പിച്ചതിന് ശേഷം മാത്രം തള്ളവിരൽ ഉപയോഗിച്ച് ഡാപ്പ് ചെയ്ത് വിടുക. സ്കിന്ന് ചുളുക്കാതെ കണ്ടോ? എന്ത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ടോ? ഇതുപോലെ ബ്ലെൻഡ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതാ കണ്ടല്ലോ? ഇതാണ് ബ്രോൺസി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കളർ കണ്ടോ? നമ്മുടെ പിത്തളപാത്രത്തിൻ്റെയൊക്കെ കളറാണ്. ഗോൾഡ് ബ്രോൺസി. ബ്രോൺസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ആ ഫൗണ്ടേഷൻ നമ്മളൊരല്പം എടുത്ത്
ദാ ഇത്രയും എടുത്തു, കണ്ടോ? നമ്മൾ എടുത്തിരിക്കുന്ന ബ്രോൺസി ഫൗണ്ടേഷൻ്റെ എമൗണ്ട് കണ്ടല്ലോ. ക്വാണ്ടിറ്റി എത്ര എടുത്തേക്കുന്നതെന്ന്? കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒറ്റ ഒരു ഡ്രോപ്പ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് ഇതാ ആക്കി, കണ്ടല്ലേ? ആക്കിയതിന് ശേഷം ചില ഭാഗങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഫൗണ്ടേഷനാണ്. എവിടെയൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം ബ്രോ ബോൺസിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക്, കണ്ടല്ലോ? അതിനകത്തേക്ക് ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു വി സെക്ഷൻ പോലാണ് ഈ ബ്രോൺസി കൊടുക്കുന്നത്. കണ്ണിൻ്റെ ഇവിടുന്ന് ഒരു വി പോലെ, കണ്ടോ? കണ്ടല്ലോ? കൊടുത്തു. അടുത്ത ബ്രോൺസി കൊടുക്കാൻ പോണത് ഇവിടെ ഈ ബ്രോ ബോൺസിന്ന് താഴേക്കാണ്. താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ, ഇവിടെ നിന്നൊരു വി. അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കയറ്റിക്കേ. അടുത്തത് കൊടുക്കാൻ പോണത് നോസിൻ്റെ മുകളിൽ. എവിടെയാ? നോസിൻ്റെ എയർ ബ്രഷിന് ഇപ്പം ചെയ്തത് വരെ ചെയ്യുക. ഇനിയാണ് നമ്മൾ മെഷീൻ കൊടുക്കാൻ പോണത്. അതായത് കൺസീലർ കൊടുത്തു, മാറ്റ് ഫൗണ്ടേഷൻ കൊടുത്തു, ഒരു ചെറിയ തോതിൽ പൗഡർ കൊടുത്ത് മാറ്റാക്കി വെച്ചു. മാറ്റാക്കിയിട്ട് ഇനിയാണ് അതിൻ്റെ മുകളിലേക്ക് സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഗൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഇത് തീർത്തോട്ടെ. അടുത്തത് നമ്മൾ ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു. ഇനി എവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? ചിന്നിൽ. അടുത്തത് കോണ്ടോറ്, ബ്ലഷ്, ഹൈലൈറ്റർ ഇട്. കണ്ടല്ലോ? അവിടെ എങ്ങനെയുണ്ട് ഫേസ്? മാറ്റം വരുന്നുണ്ടല്ലോ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഫൗണ്ടേഷൻ്റെ പണി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ വർക്ക്. മെയിൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നേരെ കോണ്ടോറും ഫേസ് കട്ടും അല്ലേ? കോണ്ടോറിങ്ങിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് അങ്ങ് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണ്ട അല്ലേ? കാരണം എന്താണ്? ആളുടെ സ്കിൻ ടോൺ ഓൾറെഡി ഡാർക്ക് ആയതുകൊണ്ട് നമ്മൾ ടോൺ മേക്കപ്പാണ് ചെയ്യുന്നത്. പുട്ടിയല്ല, ലൈറ്റ് മേക്കപ്പ് അല്ല. ആളുടെ സ്കിൻ ടോൺ മേക്കപ്പ് ആയതുകൊണ്ടും ആളുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന കോണ്ടോർ ഒരു ലൈറ്റ് കളർ കോണ്ടോർ കൊടുക്കുക. ലൈറ്റ് കോണ്ടോറിങ് ആയിരിക്കണം കൊടുക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ്റെ മുകളിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കോണ്ടോർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പൗഡർ കോണ്ടോർ തന്നെ കൊടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഉചിതം. കാരണം ഓൾറെഡി ഫൗണ്ടേഷൻ കിടക്കുകയാണ്, ലിക്വിഡൈസ്ഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ പേസ്ട്രി ഫൗണ്ടേഷൻ അല്ലെ പേസ്ട്രി കോണ്ടോർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിടിക്കത്തില്ല, വര വീഴും. അപ്പോൾ നമുക്ക് പൗഡർ തന്നെയായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് കൊടുക്കാൻ പോണത്. അതിൽ നമുക്ക് കോണ്ടോർ പാലറ്റിലുള്ളതോ കൺസീലർ പാലറ്റിൽ തന്നെ കോണ്ടോറിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവും. ഇതാണ്ടേ, ഇത് കൊടുത്താൽ പോരെ? നിങ്ങൾ ആളുടെ ഫേസ് ഒന്ന് നോക്കിക്കേ. ഷേപ്പ് എന്താ? റൗണ്ടാണോ? ഇതൊരു ചെറിയ നീളമുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ റൗണ്ട് ആക്കി എടുക്കണം. നീളമുള്ള മുഖത്തെ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് ആക്കി എടുക്കണം. ആളുടെ മുഖത്തെ ഞാനൊന്ന് റൗണ്ട് ആക്കാൻ പോവുകയാണ്. ഇപ്പം നീണ്ട മുഖമുള്ള ഒരാൾക്ക് റൗണ്ട് ഷേപ്പാണ് വരേണ്ടതെങ്കിൽ ചെവിയുടെ ഈ കൈ മാറ്റി, ചെവിയുടെ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങണം. എങ്കിൽ മാത്രമേ അതൊരു കറക്റ്റ് റൗണ്ട് ആവൂ. ഇവിടെ നിന്ന് വന്നാൽ നീണ്ടുപോകും. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് വന്നാൽ മാത്രമേ അതൊരു
വട്ടമാക്കി നമുക്ക് എടുക്കാൻ പറ്റൂ. ഇത് നമ്മൾ ഒതുക്കി കൊണ്ടുപോവുക. ഇവിടെ നിന്ന് വരുമ്പോൾ എന്ത് പറ്റും? മുഖം ഒതുങ്ങുകയാണ്. ആകെ ഇത് ഓൾറെഡി ഒതുങ്ങിയ മുഖമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വട്ടമാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ വട്ടമാക്കാനായിട്ട് ചെവിയുടെ ബാക്കിൽ നിന്നാണ് തുടങ്ങി ഈ ചെവിയുടെ ബാക്കുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് വട്ടം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുപോലെ വട്ടമുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കസ്റ്റമർ, നമ്മൾ എവിടുന്ന് തുടങ്ങും? നമ്മുടെ ഈ വീതുളിയില്ലേ, ഈ ഹെയറിൻ്റെ അവിടെ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. കറക്റ്റ് ഒതുക്കിയെടുക്കുക. ഒരുപാട് ബ്രോഡായിട്ടുള്ള മുഖം. എന്നാൽ നല്ല നോർമൽ വട്ടമുഖമാണെങ്കിലോ എന്തു ചെയ്യും? അതായത് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റാണ്. അപ്പം നമുക്ക് വേറെ ഒന്നും അത് ചെയ്യാനില്ല. അപ്പം അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. സ്ക്വയർ ഫേസ് അങ്ങനെ വരാറില്ല. വരികയാണെങ്കിൽ നമ്മളതിനെ ഇവിടെ നിന്നേ കോണ്ടോർ കൊടുത്ത് അതിനെ വട്ടമാക്കണം. മനസ്സിലായില്ലേ? കോണ്ടോർ നമ്മൾ ഇവിടുന്നേ കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ നിന്ന് എന്നിട്ട് ഇതിനെ ബാക്കിലേക്കാണ് തേച്ചിറക്കേണ്ടത്. അറിയാല്ലേ? അതോ മുകളിലേക്കാണോ? ആ, കൊടുത്തു. അടുത്തത് ഫേസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സി, ഇവിടെ വരെ വരാവൂ. കണ്ടോ? ചിലർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ കൊണ്ടുവരും. അവരുടെ ആ ചിഹ്നില്ലാത്ത ഭാഗത്തെ നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഈ ഇത്രയും ഭാഗത്ത് എന്തില്ല? ചീക്കില്ല. ഉണ്ടോ? കവിളുണ്ടോ? നമ്മൾ ആ കവിളിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്നത്. ആണോ? അല്ലേ? ആണോ? നമ്മൾ സി ആയല്ലോ. പോരെ? ഒരുപാട് വേണോ? കണ്ടോ? എന്നിട്ട് ഫോർഹെഡ് എങ്ങനെ കട്ട് ചെയ്യുന്നേ? ഫോർഹെഡ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് അടുത്ത എന്താ? കണ്ടോ? അടുത്തത് ചിഹ്ന്. എങ്ങനെ കട്ട് ചെയ്യുന്നത് അറിയാമോ? എങ്ങനെയാ ചിഹ്ന് കട്ട് ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മൾ ഫോർഹെഡിൻ്റെ ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടേക്കണം. കോണ്ടോർ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? എടുത്തറിയും. ചിൻ കട്ട് ചെയ്യുന്നത് സി, ഇങ്ങനെയുള്ള ബ്രഷ് എടുക്കുക. സി, ഇവിടെ ഒരു കണ്ടോ? ഇത്രയുമാണ് ഫേസിൻ്റെ കട്ടിങ്. മനസ്സിലായില്ലേ? പിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബ്ലെൻഡ് ചെയ്യും അല്ലേ? കോണ്ടോറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് എന്ത് വരേണ്ടത്? ആ, കോണ്ടോർ ഇവിടെ, അതിൻ്റെ മുകളിൽ ബ്ലഷ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്ലഷ് ചെയ്താലും കോണ്ടോർ ചെയ്താലും ഹൈലൈറ്റ് ചെയ്താലും ഏതെടുത്താലും അതിൻ്റെ ഓരോ അംശം എവിടെയും ചെയ്യണം. മൂക്കിൻ്റെ അറ്റത്തും ഫോർഹെഡിലും ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കണം. മനസ്സിലായോ? ഓക്കെ. ഇതെന്താ? നല്ല അടിപൊളി നോബ്ലെസിൻ്റെ ഹൈലൈറ്റർ ഉണ്ടോ? സൂപ്പർ ഹൈലൈറ്റർ. കണ്ടോ? നല്ല ടോണുകളാണ് നമ്മൾ. ഈ ടോണാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്.
ഗ്ലാസ് മേക്കപ്പ് ആയതുകൊണ്ടാണ് കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ബ്രഷ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ലൈൻസ് വീഴും. ഇനി നമ്മൾ മറ്റേതിനേക്കാളായില്ലേ? സി എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? കംപ്ലീറ്റ് മേക്കപ്പ് തീർന്നതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്. ഇതെടുക്കുന്നതൊന്നും അവർ കാണിക്കത്തില്ല. അവസാനം ഇതുപോലൊരു ബ്രഷ് കയ്യിരിക്കും, കണ്ടിട്ടില്ലേ? ഇത് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കും. ടോൺ കറക്ഷൻ എടുത്ത് തട്ടിയിട്ട് ഞാൻ ഏത് പെൻസിലിലാണ് ലിപ് ലൈൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ ലിപ് ലൈൻ കൊടുക്കാൻ പോണത് ബ്ലാക്ക് പെൻസിലാണ്. ബ്ലാക്ക് ഐബ്രോ പെൻസിലിൽ ലിപ് ലൈൻ കൊടുത്ത് ലിപ്പിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തു. ഭംഗി കൂടും ലിപ്പിൻ്റെ. എല്ലാവർക്കും എല്ലാ മേക്കപ്പിനും എപ്പോഴും ലിപ്പ് ബ്ലാക്ക് ലൈൻ കൊടുക്കുന്നതാണ് ഭംഗി. സ്കിൻ ടോൺ ബ്ലാക്ക് ടോണിൽ ചെയ്തിരിക്കുന്ന മേക്കപ്പാണ്. കണ്ടോ, ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് പുള്ളിക്ക്, മനസ്സിലായ? വാട്ടർ പ്രൂഫ് ഗ്ലാസ് മേക്കപ്പിന് നമുക്ക് പ്രത്യേകിച്ച് ഗ്ലോ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഗ്ലോയുടെ തന്നെ ഗ്ലോസി സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ആദ്യം നമ്മൾ സാധാരണ സെറ്റിംഗ് സ്പ്രേ അടിക്കുക, അതിനുശേഷം ഫിക്സിംഗ് സ്പ്രേ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഗ്ലോസി മേക്കപ്പിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഇനിയിപ്പോൾ തുറന്നുകളയിലെ കണ്ണ് ഒന്ന് വീശി കൊടുക്ക്, പെട്ടെന്ന് ഉണങ്ങാൻ. എന്നിട്ട് നമ്മളൊരു ഫാൻ വെച്ച് കൊടുക്കണം. ഫാൻ വെച്ച് കൊടുത്താലേ ഇത് ഉണങ്ങത്തുള്ളൂ. പിന്നെ നമ്മൾ ആ ഗ്ലോ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് യൂസ് ചെയ്തു? ഒന്ന് ഗോൾഡ് ഗ്ലോസിയും ഒന്ന് വൈറ്റ് ഫൗണ്ടേഷനും. അതിൻ്റെ ഗ്ലോയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല. ഒരു അരമണിക്കൂറുടെ കഴിയുമ്പോൾ ആളുടെ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഇപ്പം നമ്മൾ ആ മേക്കപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഗ്ലാസ് മേക്കപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ടൈം പോകെ സെറ്റായിക്കൊണ്ടിരിക്കും. ഇത് വൈകുന്നിടം വരെ രാവിലെ മേക്കപ്പ് ചെയ്ത് നമ്മളൊരു വൈകിട്ട് 6 മണി 7 മണി ആയാലും ഈ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ തന്നെ ഗ്ലോ വന്നിട്ടേയിരിക്കും. കാണുന്നുണ്ടോ? കാണാമോ? ഇനി അത് മാറിക്കൊണ്ടേയിരിക്കും സ്കിന്നിന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കിടക്കുകയാണ്. അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്? ലിപ്പിൻ്റെ സൈഡിൽ പ്രൊജക്ഷൻ വന്നാൽ എന്ത് ചെയ്യണം? ലിപ്പിൻ്റെ സൈഡിൽ പ്രൊജക്ഷൻ, അതായത് ക്രീം ഇങ്ങനെ ആ ലൈൻ ഡാർക്ക് ചെയ്ത് നമ്മൾ ലൈൻ കറക്റ്റ് ചെയ്തു. അപ്പം നമ്മളൊന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തോ സ്മഡ്ജ് ചെയ്തോ ഒന്ന് വിട്ടേക്കണം, അതങ്ങ് മാറിയേക്കും കേട്ടോ. ഈ ഫൗണ്ടേഷനെ നമ്മൾ മേക്കപ്പിൻ്റെ ഗണ്ണിനകത്ത് ഒരു ചെറിയ ബോട്ടിൽ പോലെ ഉണ്ട്.
അതിനകത്തേക്ക് ഇതൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഇതിനെ ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലിക്വിഡ് ഉണ്ട്, അതും 2 തുള്ളി ഒഴിച്ച്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഇപ്പം കസ്റ്റമറുടെ സ്കിന്നിന് ഏത് കളറാണോ ചൂസ് ചെയ്യേണ്ടത്, നമുക്കിഷ്ടമുള്ള കളേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാ കളറിലെയും മേടിക്കാൻ കിട്ടും. അപ്പോൾ സ്കിൻ ടോൺ നോക്കുക, അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ എടുക്കുക. അത് ദാണ്ട ഇത് കണ്ടല്ലോ, ഈ കപ്പ് കണ്ടോ ഗണ്ണിനകത്തെ, കണ്ടോ? ഈ കപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഇത് ഒരു 3-4 തുള്ളി ആദ്യം ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 2 തുള്ളി അല്ലെങ്കിൽ 3 തുള്ളി ഒഴിച്ച് ഡൈല്യൂട്ട് ആക്കുക. അത് മാത്രമല്ല, ഇത് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാനും പാടില്ല, പെട്ടെന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പെതുക്കെ പിടിച്ച് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമേ കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. അതുപോലെ നമ്മൾ ഇങ്ങനെയല്ല കൊടുക്കുന്നത്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. കണ്ടോ? നമ്മൾ ഒരു ലൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് തിക്കിലിടണ്ട കേട്ടോ. നമ്മൾ ഒരിക്കലും പാടില്ല, അതായത് വെർട്ടിക്കലായിട്ട് വേണം കൊടുത്തു പോവാൻ. കണ്ടോ? വളരെ തിൻ ലെയറുകളായിട്ടാണ് ആദ്യം കൊടുത്തു പോകേണ്ടത്, തിക്കായിട്ട് കൊടുത്തു പോകാൻ പാടില്ല. തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പുട്ടി പോലെ ആയിപ്പോവും. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്യും ഇത്. ആദ്യം നമ്മൾ ഇതെല്ലാം ചെയ്ത് വച്ചിരിക്കുകയാണ്, ഇപ്പുറം തമ്മിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടല്ലോ? കണ്ടോ? കാണാമോ? കണ്ടോ? ഒരു ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടോ? നമ്മൾ യെല്ലോ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഷെയ്ഡാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? വരുന്നുണ്ട്, ആണല്ലേ? അല്ലേ? ഇതിന് റേറ്റ് കുറവാണ്, ടെംപ്റ്റൂന് റേറ്റ് കൂടുതലാണ് കേട്ടോ. കണ്ടോ? ആ പുട്ടി അല്ലാത്തോണ്ടേ. ഇനി ഗ്ലോ മിക്സ് ചെയ്യും. ഇനി നമ്മളിതിപ്പോൾ നോർമൽ ഫൗണ്ടേഷനാണ് ഇട്ടത്, ഇതിനകത്തേക്ക് ഇനി ഗ്ലോ മിക്സ് ചെയ്താണ് അടുത്തത് അടിക്കാൻ പോകുന്നത്. നമുക്കിതിനകത്ത് തന്നെ എല്ലാം ചെയ്യുന്നത് എന്തൊക്കെയാ? കോണ്ടോറും ബ്ലഷും എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം, എല്ലാം ലിക്വിഡൈസ്ഡ് ആണ്. ഗോൾഡ് ഗ്ലോസി ഫൗണ്ടേഷനാണിത്. അതുകൂടി നമ്മൾ മിക്സ് ചെയ്തടിക്കാൻ പോവുക. നമ്മൾ ഒരു കുറച്ച്, അതായത് ഒരു 5 തുള്ളി ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ 2 തുള്ളി ലിക്വിഡ്, ആ ഒരു കണക്കിലെടുത്താൽ മതി. നമ്മുടെ ലാവറിൻ്റെ പ്രോഡക്റ്റും ടെംപ്റ്റൂവിൻ്റെ പ്രോഡക്റ്റും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ യെല്ലോ ഷെയ്ഡിന് മാറ്റം വന്നില്ലേ? ഷെയ്ഡ് ലൈറ്റാക്കി കൊണ്ടുവരണം ഇനി നമ്മളത്. പക്ഷെ ആളുടെ സ്കിന്നിന് ഇത് നല്ല മേക്കപ്പ് ആയിരിക്കും, പക്ഷെ ഞാൻ ആ യെല്ലോ ഗ്ലാസ് മേക്കപ്പ് ഇതിന് ഭംഗിയായേനെ. ദേ നോക്ക്, ഇവിടെ കൊടുക്ക. ആണോ? എന്തിൻ്റെ ക്ലാസ്? നിങ്ങളെവിടെ ഇരി, അവിടെ ഇരിക്കുന്നു. ഓക്കെ, ഓ താങ്ക് യു.
ഓക്കെ, ശരി. ചിരിമുള. ശരി. ചിരിക്കേ. ലിപ് പാലറ്റാണ്. ഇതിനകത്ത് 8 ഷെയ്ഡുണ്ട്, 10 ഷെയ്ഡുണ്ട്. 2, 4, 6, 8, 10. ഈ 2 ഷെയ്ഡാണ്. മിക്സിങ്ങാ. നല്ല പാലറ്റാണ്, ഫേസ് പാലറ്റ്. ഇതിൻ്റെ നോബ്ലെസിൻ്റെ തന്നെയാണ്. എങ്ങനെയുണ്ട്? എയർ ബ്രഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ബാക്കി പണി കിടപ്പുണ്ട്. ഇനി നമുക്ക് കോണ്ടോർ, ബ്ലഷ്, ഹൈലൈറ്റ് ഒക്കെ കിടക്കുകയാണ്. ഇനി നമ്മൾ ഈ കൊടുത്ത ഫൗണ്ടേഷൻ ഒന്ന് പിടിക്കണം. സ്കിന്നിലേക്ക് പിടിച്ചതിന് ശേഷമേ ബാക്കി കൊടുക്കാൻ പറ്റൂ. അതിന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഷെയ്ഡ് മാറി വരുന്നില്ലേ? പ്രൈമർ ഇട്ടു. പ്രൈമർ ഇട്ടതിന് ശേഷം കൺസീൽ ചെയ്തു. കൺസീലും ഫൗണ്ടേഷനും കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്തു? പൗഡർ ഇട്ടതിന് ശേഷം വാട്ടർ പ്രൂഫ് ചെയ്തു അല്ലേ? വാട്ടർ പ്രൂഫ് ചെയ്ത് ഒന്ന് സ്റ്റേബിളാക്കി, സ്കിന്നിൽ സ്റ്റേബിളാക്കി മേക്കപ്പിനെ ഇരുത്തി. അതിന് ശേഷമാണ് ബാക്കി ഫൗണ്ടേഷനുകൾ എയർ ബ്രഷ് മെഷീൻ വഴി ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിലാദ്യമായി കൊടുക്കുന്നത് സ്കിൻ ടോണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫൗണ്ടേഷൻ. 4 ഫൗണ്ടേഷനുകളാണിത്. ഓക്കെ, നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായി ഗോൾഡിൻ്റെ ഫൗണ്ടേഷൻ ഒരു 2-3 ഡ്രോപ്സ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു. അത് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഡാർക്ക് ഷെയ്ഡ് കോണ്ടോർ കൊടുത്തിട്ട് അതിനകത്ത് തന്നെ നമുക്ക് ബ്ലഷ് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് മെഷീനിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. കോണ്ടോറ്, ബ്ലഷ്, പിന്നീട് ഹൈലൈറ്റ് കൊടുത്തതിന് ശേഷം ഫേസ് കട്ടിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാം. കോണ്ടോർ വെച്ച് തന്നെ ചെയ്യാം. അല്ലടാ, അതാ ഇവിടെ ഒരു ഇച്ചിരി സ്പ്രെഡിങ് വന്നു. ഇതാ ഇവിടെയും കൂടെ, ഇവിടെയും കൂടെ ഇടും. ഒന്നുകൂടെ ചിരി. എന്നിട്ടാണ് ഇത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് ലാസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം ചെറിയൊരു അടുപ്പ്.
ചക്കര ഞാൻ നേരെ പോയി കണ്ണ് ചെറുതായിട്ട് അടച്ചു പോയി. അപ്പുറത്തെ ഇപ്പുറത്തെയും കൂടെ ലാഷിൻ്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട് ലെങ്ത് ലാഷിന് ലെങ്ത് കൂട്ടുന്നത് എങ്ങനെയാ? മനസ്സിലായോ നിങ്ങൾക്ക് വല്ലോ? അതായത് നമ്മൾ വിരലുകൾ ഇങ്ങനെ വച്ചതിന് ശേഷം ആ ലാഷിനെ നമ്മുടെ വിരലിലേക്ക് വെച്ച് മസ്കാര നന്നായിട്ട് മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. കണ്ടോ? നേരത്തിലത്തെയാണോ? ആണോ? സി നമ്മൾ മസ്കാര ഇടുന്നത് പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടിരിക്കും. ലാഷ് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി അടിയിലെ ഇടേണ്ട രീതി എപ്പോഴും നിങ്ങൾ ഐലൈനർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അപ്പർ പോർഷനിലെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്യണം. അല്ലാതെ ലാഷിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വരച്ച് പോവരുത്. ആദ്യം ഈ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അടിവശം ഫില്ല് ചെയ്യാവൂ. നോക്കിക്കേ, എന്ത് പെട്ടെന്ന് നമുക്ക് വരയ്ക്കാമെന്നറിയാമോ? അപ്പോൾ അവിടെ എക്സ്റ്റൻഷൻ വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോയിന്റ് പോലും മാറുകയില്ല. ആദ്യം ഔട്ടർ വരയ്ക്കുക, പിന്നീട് ഇന്നർ ഫില്ല് ചെയ്യുക. കണ്ടോ? അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഇതിനകം ഫില്ല് ചെയ്യാവൂ. ഇനി ഒരു ചെറിയ കണ്ണുള്ള ഒരു കസ്റ്റമർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവരെ കണ്ണ് എങ്ങനെ വലുതാക്കുക? എങ്ങനെ വലുതാക്കും? താഴെക്കൂടെ ഐലൈനർ വരയ്ക്കല്ല, കണ്ണടച്ച് വെക്കാൻ പറയുക. ഈ ഭാഗത്ത് ഈ നോഡിൽ നമ്മളൊരു പോയിന്റ് ഇടുക, വലിയ കണ്ണാക്കാൻ. കണ്ടോ? എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. കണ്ടോ? കണക്ട് ചെയ്ത് കണ്ടല്ലോ? കണ്ടോ? ആ പോയിന്റ് നീട്ടിയതിന് ശേഷം ഒന്ന് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണു തുറയും മോളെ. മേലെ കണ്ടോ? ആ കോർണർ ഒന്ന് ഷാർപ്പൺ ചെയ്യുക. അപ്പം കണ്ണ് വലിയ കണ്ണായിട്ട് വരും. കുഞ്ഞു കണ്ണുള്ളവരുടേതാണ് പറയുന്നത്. ചെറിയ കണ്ണുള്ളവർക്ക് എങ്ങനെയാണ് കണ്ണ് വലുതാക്കുക എന്നുള്ളത്. കണ്ടോ? അപ്പം കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ടും വലുതായിട്ട് തോന്നും. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് അത് ഉണങ്ങട്ടപ്പോഴത്തെ ബാക്കി ചെയ്യാം. ഇങ്ങനെ നീട്ടിയാണ് വലിയ കണ്ണിനെ ആക്കിയെടുക്കുന്നത്, ചെറിയ കണ്ണിനെ വലിയ കണ്ണാക്കുന്നത്. മനസ്സിലായോ? ഇപ്പം പിടികിട്ടിയോ? കണ്ണ് വലുതാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടിവശവും അതുപോലെ മേളിലേക്ക് നോക്കുമ്പോളെ ഇങ്ങനെ കണക്ട് ചെയ്യും. കണ്ടോ? കണ്ണ് വലുതായത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെറിയ കണ്ണിനെ വലുതാക്കുന്നത്. എന്നാൽ വലിയ കണ്ണിനെ ചെറുതാക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ, ഒന്നും ഇതുപോലുള്ള ഒരു എക്സ്റ്റൻഷനോടെ പാടില്ല. സാധാരണ നമ്മളെ കണ്ണിനകത്ത് എങ്ങനെയാണോ കാജലിടുന്നത് അതേപോലെ തന്നെ മാത്രം ഇട്ട് പോവുക. അപ്പം നോർമലായിട്ട് മാറും. വലിയ കണ്ണ് ചെറുതാവണമെങ്കിൽ. ചെറിയ കണ്ണ് വലുതാകാനാണെങ്കിൽ ഈ ഒരു രീതി. നമ്മൾ എങ്ങനെയാണ് ഒരു ഇച്ചിരി കരിയൊക്കെ വന്നാൽ അതിനെ
കവർ ചെയ്യേണ്ടതെന്നാണ് ഈ കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, കണ്ടോ? എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരിച്ചിരി ഗ്ലിറ്റർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തങ്ങ് വിടും. അപ്പോൾ പിന്നെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ണ് വലുതാക്കുന്നത്, വലുതും ചെറുതുമാക്കുന്ന രീതിയാണ് കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്, കണ്ണിനകത്ത് നമ്മൾ ലൈറ്റ് കാജൽ ഇട്ടു, എല്ലാം ചെയ്തു. ജസ്റ്റ് ഒന്ന് ആണ് ഈ സാധനം നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഈ സാധനം വെച്ച് കണ്ടോ, ഒന്ന് ഓടിക്കുക. ദാ കളറങ്ങ് മാറും. മനസ്സിലായോ? ആ, അതായത് ലൈറ്റ് മേക്കപ്പ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഒരിക്കലും നമ്മൾ ബ്ലഷൊന്നും ഒരുപാട് വാരിയിടരുത്, കസ്റ്റമർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മേക്കപ്പ് ചെയ്യാം അല്ലേ? പക്ഷേ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ രീതി അനുസരിച്ചായിരിക്കണം. നിങ്ങളൊരു ഫോട്ടോ ഒന്നെടുക്കുക, ഈ മേക്കപ്പിൻ്റെ കറക്റ്റ് ഒന്നെടുക്കേ. ഓക്കെ, കവറായില്ലേ? അങ്ങനെയുണ്ട്. ഒന്ന് സ്പ്രേ ഒന്നും നമ്മൾ അടിച്ചിട്ടില്ല. വേസ്റ്റ് ആയി പോവും. അതൊക്കെ ഈ തള്ളക്ക് വെച്ചു കൊടുത്. സെ